ഈ രാത്രികാലം പിന്നെയും നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Tonight again, God has enabled us to be in the presence of the Lord. For that, I again thank the Lord and praise His holy name. ഓരോ ദിവസവും അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മളെ നടത്തുന്നു. കർത്താവിന്റെ കൃപയിൽ നമ്മളെ പരിപാലിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിനുമായി കരുതലിനുമായി പിന്നെയും നമുക്ക് നന്ദിയോടെ ആയിരിക്കാം. Each day, God has been leading us miraculously. He's been guiding us, and we thank the Lord for all the providence and everything that He gives us in our life. ഈ രാത്രികാലം മുൻപോട്ടുള്ള ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 24 verse 14 chapter 24 verse 14 and 15. നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോരിസ് ദേവന്മാരെയോ ആരെയും സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളി. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Therefore, fear the Lord, serve him in sincerity and truth, and put away the gods which your fathers served on the other side of the river and in Eden. Serve the Lord. And if it seems evil to you to serve the Lord, choose for yourself this day whom you will serve, whether the gods of your fathers served that were on the other side of the river, or the gods of the Amorites, in whose land you dwell. But as for me and my house, we will serve the Lord. ഹിന്ദിയിൽ ആർക്കെങ്കിലും വായിക്കാം. इसलिए अब यहोवा का भय मानकर उसकी सेवा खराई और सच्चाई से करो, और जिन देवताओं की सेवा तुम्हारे पुरखा की उस पर और मिस्र में करते थे, उन्हें दूर करके यहोवा की सेवा करो. और यदि यहोवा की सेवा करनी तुम्हें बुरी लगे तो आज चुन लो कि तुम किसकी सेवा करोगे, चाहे उन देवताओं की जिनकी सेवा तुम्हारी पुरखा महानद के उस पार करते थे, और चाहे मोरिया के देवताओं की सेवा करो जिसके देश में तुम रहते हो. परंतु मैं तो अपने घराने समय यहोवा की सेवा नहीं करूंगा. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് അവിടെ കേട്ടത്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. It's a very familiar verse that we have read from here. But as for me and my house, we will serve the Lord. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ അതിൽ ധാരാളമായി കണ്ട ഒരു പദം ഇങ്ങനെയാണ്, കർത്താവ് യഹോവയെ സേവിക്കുക അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുക എന്നുള്ളത്. And in these two words, we have repeatedly seen to serve the Lord or to fear the Lord. അതിനുശേഷം ഒരു വ്യക്തിയുടെ തീരുമാനം എടുത്തു പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. And after that, it is highlighting a decision made by one person or a family that me and my family, we will serve the Lord. ഇത് ജോഷുവയുടെ ഒരു ഫേവർ സ്പീച്ച് ആയിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. And we can see this as a farewell speech of Joshua. 23-ാം അധ്യായം 24-ാം അധ്യായമൊക്കെയും ജോഷുവ മരണത്തോടടുക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്ന തന്റെ വാക്കുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Chapter 23, 24 of Joshua, we can see during when he is nearing his death, he is speaking to the people of Israel. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു വാക്യം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളൊക്കെ സേവിക്കുമെന്നത് നമുക്ക് വളരെ പരിചയം, കാരണം നമ്മുടെ വീടുകളിലൊക്കെയും സാധാരണ കാണുന്ന ഒരു വാക്യമാണ്. And this verse, but as for me and my house, we will serve the Lord, many a times we can see it on the tablet of our houses. പല ക്രിസ്തീയ കുടുംബങ്ങളും ഒന്നുകിൽ അവരുടെ വീടിന്റെ എൻട്രൻസിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് കാണും, ഞാനും എൻ്റെ കുടുംബം ഞങ്ങളൊക്കെ സേവിക്കും. And we can see many Christians in their house, when we enter either on the door or in the front room, they will have this tablet which says, but as for me and my family, we serve the Lord. ഇല്ലെങ്കിൽ വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് ഇല്ലെങ്കിൽ ഒരു വാൾ പോസ്റ്റ് ആയിട്ട് ഈ ഒരു വാക്യം നമുക്ക് അവിടെ കാണുവാൻ. Or inside the house as a wall hanging or a calendar or a poster, we can see this. പക്ഷേ ഈ ഒരു വാക്യം ഇത്ര ഫെമിലിയർ ആയതുകൊണ്ടും ഇത്രമാത്രം നമ്മൾ ധാരാളമായിട്ട് ഇതിന് യൂസ് ചെയ്യുന്നത് കൊണ്ടും പലപ്പോഴും ആ വാക്യത്തിന്റെ അല്ലെങ്കിൽ ആ പദത്തിന്റെ ആഴം, അതിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. But many a times, because this verse is so familiar or so known, we are not able to understand the depth or how important this verse is. ഈ വാക്യം തൂക്കിയിട്ടിരിക്കുന്ന പല ക്രിസ്തീയ കുടുംബങ്ങളും നമുക്കറിയാം, നാട്ടിലൊക്കെയും ഇല്ലെങ്കിൽ ഇവിടെയൊക്കെയും നോക്കുമ്പോൾ യഥാർത്ഥമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബജീവിതത്തിലേക്ക് അകത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാക്യമായിട്ട്
യാതൊരു ബന്ധവും ഇല്ലാതായിരിക്കും അവർ ജീവിതം നയിക്കുന്നത്. Back home and here also we can see many Christian houses, they have these plagues in their house, but then their life, the family life and this verse have no connection. അവരെന്നും കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്നും ആ ഒരു വാക്യത്തെ അറിയുന്നുണ്ട്. പക്ഷേ കർത്താവിനെ സേവിക്കാനും ഇല്ലെങ്കിൽ കർത്താവിനെ എങ്ങനെ അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യം യാതൊരു ബോധവുമില്ലാതെ ഒരു സാധാരണ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു പോസ്റ്റായിട്ടോ മാത്രം അത് മാറിപ്പോകും. They see this verse every day, they read this verse every day, but in their life they do not know how to be submissive or how to obey the word of God, and this verse just remains as a hanging or just as a decoration in their house. ഒരു കാലക്രമേണ അല്ലെങ്കിൽ കാലക്കഴകത്തിൽ ഇതൊരു നല്ല വോൾ പോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല വോൾ ഹാങ്ങിങ് ആയിട്ട് മാത്രം മാറി. And as the time passed by, this has become a good adage or become a good tablet or a good wall hanging in the house. നമ്മൾ ഒരു ഭവനമൊക്കെ മാറുമ്പോഴൊക്കെ നമ്മൾ മാക്സിമം ശ്രമിക്കും ഈ ഒരു വാക്യം എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, as for me and family we will serve the Lord. നമ്മൾ എങ്ങനെയും ട്രൈ ചെയ്യും ഒരു വാക്യം അവിടെ ഒട്ടിച്ചു വെക്കുവാൻ വേണ്ടി. In our house also, or if we buy a house, we also try to put this and get this verse from somewhere and put this on our walls. പക്ഷെ റിയലായിട്ട് നാം ചെക്ക് ചെയ്യേണ്ടത് ഈ വാക്യത്തിൽ പറഞ്ഞ പ്രകാരം എത്രമാത്രം ദൈവത്തെ നാം നമ്മുടെ ജീവിതത്തിലൂടെ സേവിക്കുന്നു, ഇല്ലെങ്കിൽ ആ ദൈവത്തെ സെർവ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ശോധന ചെയ്യണം. But we have to look really how much we are serving the Lord or how much my family is being able to serve the Lord. ഈ രാത്രികാലം അല്പനേരം മുൻപോട്ടുള്ള ആ കുറച്ച് സമയങ്ങൾ ഈ ഒരു വാക്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. And tonight, the time that we have, we would like to think over on this verse. നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ദൈവത്തിന് മുൻപാകെ Let us all be with prayer and with concentration. നമുക്ക് ഈ ഒരു വാക്യം അറിയാവുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ഈ വാക്യം കാണാതെ അറിയാം, ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരും നമ്മുടെ മൈൻഡ് ക്ലോസ് ചെയ്യരുത്. Let us not close our mind thinking that it is a very familiar verse or I always quote this when I pray. Let us not close our mind or let us not take this lightly. ഇല്ലെങ്കിൽ ഈ വാക്യത്തിൽ ദൈവത്തെ സേവിക്കുക എന്നൊരു കാര്യം മാത്രമേ, അത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ നമ്മുടെ ഒരു ക്ലോസ്ഡ് മൈൻഡ് ആയിട്ട് ഇരിക്കുവാനിടയിൽ. Or let us not sit casually because it says that serve the Lord and I know how to serve the Lord, or it's always been said about serving the Lord. ഇവിടെ നോക്കിയാണെങ്കിൽ ജോഷുവ ആണ് ഈ കാര്യം പറയുന്നത്. Here we can see Joshua is the one who says this. ഏത് സമയത്താണ് പറയുന്നത് നോക്കിയാണെങ്കിൽ And when is he saying this? അതിന് 23-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ഏത് സമയത്താണ് ജോഷുവ ഈ കാര്യം പറയുന്നത്? At what time Joshua said this? We can read it in Joshua chapter 23 verse 1. മതി. But now it came to pass a long time after the Lord had given rest to Israel from all their enemies around about, that Joshua was old and advanced. അവിടെ വായിക്കുന്ന ജോഷുവ വയസ്സ് ചെന്ന് വൃദ്ധനായ ശേഷം. Joshua was old and advanced in age. മുന്നിൽ ഇനിയുള്ളത് മരണം മാത്രമാണ്. So it's only death in front of ഈ him. മരണം എപ്പോഴും വേണമെങ്കിൽ തനിക്ക് സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു ഫെയർവെൽ സ്പീച്ചും യോശുവ കൊടുക്കുന്നത്. And Joshua knows or anticipated when his death would come, and that is why he is giving this farewell speech. പക്ഷെ ആ മരണസമയത്ത് യോശുവ എന്താണ് പറയുന്നത്? But at the time of his death, what is Joshua saying? ഞാനും എന്റെ കുടുംബവും But as for me and my house, ഞങ്ങൾ യഹോവയെ സേവിക്കും. we will serve the Lord. ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ തന്നെ മുൻപിലുള്ളൂ, There's only few days in front of him, ഇല്ലെങ്കിൽ ചില വർഷങ്ങൾ മാത്രമേ തന്നെ മുൻപിലുള്ളൂ. or maybe few more years. ആ സമയത്ത് ജോഷുവ പറയുന്ന കാര്യം, Even at that time, what Joshua says, ഞാനും എന്റെ കുടുംബവുമോ me and my household, ഞങ്ങൾ യഹോവയെ സേവിക്കും. we will serve the Lord. ഒരു ജോഷുവയുടെ ജീവിതത്തിലൂടെ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ And if we look through Joshua's life, ഒരു ആയുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് ജോഷുവ. throughout his life, he lived for the നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകത്തിലൊക്കെ വായിക്കാം. സംഖ്യാപുസ്തകം 11:28 വായിക്കാം. Numbers 11:18, 11:28. 11:28. Numbers 11:28. So Joshua, son of Nun, Moses, one of his choice men, answered and said, Moses, my Lord, forbid them. നാളെ നൂന്റെ മകനായ ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന ജോഷുവ. അതാണ് അവിടെ വായിക്കുന്നത്. ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരിക്കുന്ന ജോഷുവ. From young, he was with Moses. പിന്നെ വേറെ വാക്യത്തിൽ കഴിയുന്നുണ്ട്, യഹോവയെ കൂടാരത്തെ വിട്ടുപിരിയാത്ത ബാല്യക്കാരനായ ജോഷുവ. And then we can see there is a Joshua who never went away from the temple of God. വേറൊരു വാക്യത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്ന ജോഷുവ. Or Joshua on whom there was a spirit of God. അവിടെ നമ്പേഴ്സ് 27:18 കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 27:18. Take Joshua the son of Nun with you, a man of it, and lay your hand on him. കോപം മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായ നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച്
മതി. അവിടെ പറയുന്ന എന്റെ ആത്മാവുള്ള ജോഷുവ. Joshua on whom my spirit rests. വേറൊരു വാക്യത്തിൽ കാണുന്നുണ്ട് യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്ന ജോഷുവ. Another verse we can see, one who always stuck to Jesus ഞാൻ God. പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. And this is what I want to say. ആരാണ് ഈ കാര്യം പറഞ്ഞ ഞാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കുമെന്ന്? Who is the Joshua who says that, but for me and my household we will serve the Lord? ബാല്യം മുതൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്താൽ നടത്തപ്പെട്ട ജോഷുവ. Who from childhood has been in the temple of the Lord and was being led by God. ഒരു ആയുസ് മുഴുവനും കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ജോഷുവ. A Joshua who lived his lifetime for God and his ministry. ദൈവം എന്തൊക്കെയാണോ തന്റെ ജീവിതത്തിൽ തന്നോട് പറഞ്ഞിരിക്കുന്നത് അതിന് മാത്രം ജയിൽപ്പിച്ചു കൊടുത്ത ജോഷുവ. And who submitted to God for whatever he was told to do. നോക്കുകയാണെങ്കിൽ യോശുവ പറയുന്നില്ല ഞാൻ ദൈവത്തിന്റെ വലിയ ദാസനായ മോശയുടെ ശുശ്രൂഷൻ എന്ന് പറയുന്നില്ല. Joshua is not saying that I am a servant or assistant to a great servant of God Moses. ഇല്ലെങ്കിൽ ഇത്രയും വയസ്സ് ചെന്ന് എനിക്ക് ഇത്രയും ആത്മീയ വർഷത്തിന്റെ പാരമ്പര്യമുണ്ടെന്ന് പറയുന്നില്ല. Or he's not saying that I have a legacy of so old spiritual life. ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ലീഡർ ആയിരിക്കുന്ന ഞാൻ വലിയ ആളാണെന്ന് പറയുന്നില്ല. Or he's not saying that I am a big person or I am a bigger person because I lead such a huge community. തന്റെ പ്രായത്തിന്റെ അന്ത്യത്തിലായിരിക്കുമ്പോഴും താൻ പറയുന്ന താൻ എടുക്കുന്ന ഒരു തീരുമാനം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. Even during the sunset of his life, he's taking a decision that as for me and my household, we will serve the Lord. പ്രിയമുള്ളവർ, ആരാണ് ആ പറഞ്ഞൊരു കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. And we have to look who said this. ഒരു ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിച്ച് തന്റെ മരണത്തോട് അടുക്കുമ്പോഴും ആ മരണത്തിന്റെ ആ വാതിക്കൽ എത്തുമ്പോഴും താൻ പറയുന്നത് എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ആയുസിന് മുൻപിൽ എത്ര ദിവസമാണെങ്കിലും അത് വളരെ ചുരുക്കമാണെങ്കിലും എന്റെ ജീവിതത്തിലെ തീരുമാനം ഞാൻ യഹോവയെ മാത്രം എന്റെ കുടുംബത്തോടൊപ്പം A സേവിക്കുമെന്ന്. person who throughout his lifetime has only served the Lord, he is saying, now I am old, I am almost reached the near my death, but whatever little days I have, I will still serve the Lord with my family. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയമായി എത്ര ഉന്നതി പ്രാപിച്ചാലും, Dear people, in our spiritual life, no matter how much higher we reach, നമ്മുടെ ആത്മീയമായി നമ്മുടെ പാരമ്പര്യം എത്ര ഉണ്ടായാലും, or whatever our legacy would be in our tradition would be in spiritual നമ്മൾക്ക് life, ആത്മീയമായി എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും, no matter how much experience we have in spiritual നമ്മൾ life, ഓരോ ദിവസത്തിലുള്ള തീരുമാനം ഇതായിരിക്കണം. each day this should be our decision. ഞാനും എന്റെ കുടുംബവും, Me and my household, ഞാനും എന്റെ കുടുംബവും, me and my family, ഞങ്ങൾ യഹോവയെ we സേവിക്കും. will serve Lord. വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്ന ജോഷുവ And Joshua, who is old and advanced, അപ്പോഴും പറയുന്ന കാര്യം ഇതാണ്. at that time also this is what തന്റെ he says. ജീവിതത്തിലെ ഓരോ ദിവസത്തുള്ള തീരുമാനമാണ് താൻ വിളിച്ചു പറയുന്നത്. And this is the decision he takes each day in his life. ഞാൻ ദൈവത്തെ മാത്രം സേവിക്കും. I will serve only the Lord. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയായിരിക്കണം നമ്മുടെ തീരുമാനം. In our life, this should be our decision. ആത്മീയമായി എത്ര വർഷമായിക്കൊള്ളട്ടെ, No matter how many spiritual life we എത്ര have, വയസ്സ് ചെന്നവരായിക്കൊള്ളട്ടെ, how much old we are, നമ്മൾ ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് every day we should say ഇന്ന് ദിവസം കർത്താവ് എനിക്ക് ദാനമായി തന്നിരിക്കുമ്പോ that today when God has given me a ഞാൻ gift, കർത്താവിനെ സേവിക്കും. I will serve the Lord. നാളത്തെ ദിവസം കർത്താവ് എനിക്ക് ദാനമായി തരുന്നുവെങ്കിൽ And tomorrow God is giving ഞാൻ me, കർത്താവിനെ മാത്രം I സേവിക്കും. will serve only the ഇനി Lord. മുൻപോട്ട് എനിക്ക് ആയുസ് എത്രയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, അത് എത്ര ദിവസമാണെങ്കിലും Now I don't know what will be my age and how long I will live, ഞാൻ കർത്താവിനെ മാത്രം സേവിക്കും. but as long as I live, I will serve only the ഓരോ Lord. ദിവസം തീരുമാനം പുതുക്കിക്കൊണ്ടേയിരിക്കണം. And each day we have to renew this decision. ഒരിക്കൽ കർത്താവിന് വേണ്ടി കമ്മിറ്റ് ചെയ്ത് നല്ല ജോഷുവോട് വിളിച്ചു കാണിക്കുന്നത്. Joshua is not showing that one day or sometime back, once upon a time he committed his life. ഒരു പ്രാവശ്യം ഞാൻ കർത്താവിനെ സ്വീകരിച്ചു നല്ല കാര്യം പറയുന്നത്. Or he's not saying that once I had received the Lord. ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. Every day I live for the Lord. നമ്മുടെ ഓരോ ദിവസവും കർത്താവിന് വേണ്ടിയുള്ളതായിരിക്കണം. Each day should be for the God. കർത്താവിനെ സേവിക്കുന്നവരായിരിക്കണം. To serve the Lord. എങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ എങ്ങനെ കർത്താവിനെ സെർവ് ചെയ്യുവാൻ കഴിയും? Through our life, how can we serve the നമ്മുടെ Lord? ചിന്ത ഇത് മാത്രമായിരിക്കണം. This should only be our thought. പ്രിയമുള്ളവർ, അതാണ് ജോഷുവയുടെ ജീവിതം നമ്മൾ And ചൂണ്ടിക്കാണിക്കുന്നത്. this is what Joshua's life points towards. പക്ഷേ ഈ ജോഷുവ ഇപ്പോൾ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുമ്പോൾ Now Joshua is old and advanced. ഈ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ And when he's declaring this, ഒരു കാര്യം തന്റെ ജീവിതത്തിലെ തീരുമാനം താൻ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. there is one more thing which is establishing in his life. ഇതുവരെയും ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു, Till now I lived for the Lord. ഇനിയും മുൻപോട്ട് അങ്ങനെ തന്നെ ജീവിക്കും. Even forward, this will what തന്റെ it will be. ജീവിതത്തിന്റെ തീരുമാനം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. And he's once again establishing his പക്ഷെ decision. അതോടൊപ്പം ഈ ഒരു കാര്യം വിളിച്ചു പറയുന്നത് And along with that, he says, തനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ കേൾക്കുവാൻ വേണ്ടിയും കൂടെയാണ്. so that the people around him would listen to തനിക്ക് ചുറ്റും വലിയൊരു ജനക്കൂട്ടമുണ്ട്. There is a big community around ഒരു him. അടുത്ത തലമുറ തന്നെ There is നോക്കിക്കൊണ്ടിരിക്കുകയാണ്. a next generation looking on to him. താൻ ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ പോകുകയാണ്. He's going to pass away from this world. അവരോട് വിളിച്ചു പറയുന്ന സന്ദേശം ഇതാണ്. And this is the message that he tells them, പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി ജീവിച്ചു. that till now I have lived for my Lord. ഇതുവരെ കർത്താവിനെ മാത്രം സേവിച്ചു. Till now I have served only the Lord. ഇനിയും കർത്താവിനെ മാത്രം സേവിക്കത്തുള്ളൂ. And tomorrow also I will serve പക്ഷെ only എന്റെ the Lord. ജീവിതത്തിലൂടെ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്. But through my life
life, this is what I want to tell ഇതാണ് you. എന്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് പകരുന്ന സന്ദേശം ഇതാണ്. This is the message that I want to give you through my life. നിങ്ങളും കർത്താവിനെ മാത്രം സേവിച്ചു You should also serve only the Lord കൊള്ളുക. നമ്മുടെ ജീവിതത്തിലും in our life. നമുക്കും ഒരു സന്ദേശം മറ്റുള്ളവർക്ക് ഉണ്ടാകണം. We should also have a message for others. വേറൊരു സന്ദേശവുമല്ല, No other message, വേറൊരു കാര്യവുമല്ല അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. no other thing. വേറെന്തെങ്കിലും ലോകപരമായി എങ്ങനെ എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം യുദ്ധം ചെയ്തു, ഇത്രമാത്രം ദേശം കീഴടക്കി, ഇത്രമാത്രം കാര്യങ്ങൾ സംഭവിച്ചു, നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. That I have lived so long, I have so much of experience, I have fought so many wars, I have had victory over so many people. This is not what you want to say. നാളെ അമേരിക്കയിലും മോബാബിലും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്നല്ല പറയുന്നത്. Tomorrow when Moabites and Amorites will come and fight against you, use this strategy that I use. ഈ കനാൻ ദേശം പിന്നെയും ഫലഭൂഷ്ടമായി നിൽക്കുവാൻ ഇന്ന വിത്തുകൾ പാകണം, ഇന്ന കൃഷികൾ ചെയ്യണമെന്നല്ല പറയുന്നത്. And so that the Canaan would be fertile, it did not mention how the agriculture should be done. കർത്താവ് മോശുവോട് പറയുന്ന കാര്യം, But what Joshua tells them, നിങ്ങൾ ദൈവത്തെ സേവിക്കുക. you should serve Lord. നമ്മുടെ ജീവിതത്തിലോ In our life നമ്മളും also, അടുത്തുള്ളവരോട് പറയേണ്ടത്, we should also tell the അടുത്ത others, തലമുറയോട് പറയേണ്ടത് the next generation. ഈ ഒരു കാര്യം മാത്രമായി. This is what we have to tell നമ്മുടെ them. ജീവിതത്തിൽ ഈ ഒരു തീരുമാനം This decision in our അത് life, വളരെ പ്രധാനമുള്ളതാണ്. it's very important. ജോഷുവക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. Joshua didn't know. ജോഷുവ ഒരു ഫെയർവെൽ സ്പീച്ച് കൊടുത്തിട്ട് പോയി. Joshua gave a speech and he left. വർഷം എത്രയായി നമുക്കറിയത്തില്ല. We don't know how many years have passed by. ആയിരം വർഷങ്ങൾ കഴിഞ്ഞു. Thousand years have passed ഇന്നും by. തലമുറകൾ ഏറ്റു പറയുന്ന ഒരു But കാര്യം, even today the generations ഇന്ന് declare നമ്മൾ this. പറയുന്ന ഏറ്റു പറയുന്ന ഒരു Today കാര്യം, we declare this. ഞാനും എന്റെ കുടുംബവും Me and my ഞങ്ങൾ family, യഹോവയെ സേവിക്കും. we will serve God. ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, Many decades ago, ആയിരം വർഷങ്ങൾക്ക് മുൻപ് thousand and ഒരു thousand years ദൈവദാസൻ ago, ഏറ്റു പറഞ്ഞ കാര്യം, our servant of the Lord declared ദൈവദാസൻ തീരുമാനമെടുത്ത കാര്യം, the decision that he took. തലമുറകൾ കഴിഞ്ഞിട്ടും Even after generations passed, തീരുമാനം മാറ്റം the വന്നില്ല. decision has not changed. തലമുറകൾ ഏറ്റു പറയുന്നത്, Even today the generations ഞങ്ങൾ declare യഹോവയെ സേവിക്കും. we will serve നമ്മുടെ God. ജീവിതത്തിൽ നാം എടുക്കുന്ന In തീരുമാനം, our life, the decision we take, ദൈവികമായി നമ്മൾ എടുക്കുന്ന തീരുമാനം, the divine decisions അത് that we take, വളരെ it പ്രാധാന്യമുള്ളതാണ്. is very important. ഒരു പക്ഷെ നമ്മൾ അറിയത്തില്ല അത് എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുമെന്ന്. Maybe we do not know how much it would impact. ഒരു ഉദാഹരണം ചിന്തിക്കുകയാണെങ്കിൽ, An ഒരു example, 1 ജനറേഷൻ ബാക്ക് ചിന്തിച്ചാൽ മതി. one generation back, നമ്മുടെ പേരൻസ് ഒക്കെയും ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തത് കൊണ്ടല്ലേ our parents, because they took a decision നമുക്ക് before God, നമുക്ക് കർത്താവിനെ അറിയുവാൻ ഒരു ഭാഗ്യമുണ്ടായത്. we were also privileged to know the Lord. നമ്മുടെ ജീവിതത്തിൽ നോക്കി അവരെടുത്ത തീരുമാനം, Just think in our life, the decision they took, ആ ഒരു തലമുറ കഴിയുമ്പോൾ when one generation അടുത്ത passed by, തലമുറയിലേക്ക് അത് പാസ് ഓൺ it ചെയ്യുകയാണ്. has been passed on to the നമ്മുടെ next ജീവിതത്തിൽ generation. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് എടുക്കുന്ന തീരുമാനം And in our life, the decision we take today, വളരെ it's പ്രാധാന്യമുള്ളതാണ്. very important. കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനം, The decisions we take for our God. അതുകൊണ്ട് ഒരിക്കലും ദൈവികമായ കാര്യങ്ങളിൽ So in any spiritual നമ്മുടെ things, തീരുമാനങ്ങൾ മാറ്റി വെക്കരുത്. our decisions we should not delay. നാളെ എന്ന് നമുക്ക് നീട്ടിക്കൊണ്ട് We പോകരുത്. should not delay it for tomorrow. ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് കൊണ്ട് നമ്മൾ ആരും ചിന്തിച്ചു Or നിൽക്കരുത്. we should not think about others' opinion. നമ്മൾ ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കുവാൻ ഇടയാകണം. We should boldly take a നാം step. ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുവാൻ ഇടയാകണം. We should boldly take a decision that we will serve and live for ഞാൻ this എന്റെ God. ജീവിതം സമർപ്പിക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? If I give my life, what would happen to my children? ഞാൻ ഇങ്ങനെ ദൈവികമായ തീരുമാനം എടുക്കുവാണെങ്കിൽ അവരുടെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എന്താകും? Or if I take such a godly decision, what would happen to the future of my kids? കാര്യങ്ങളൊക്കെ എങ്ങനെ മുൻപോട്ട് പോകും? How will things go ahead? ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാനുഷികമായി നമ്മുടെ തീരുമാനങ്ങളെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. Many a times in human nature, these things come and this is what troubles us. പക്ഷേ യോശുവ ഒരു തീരുമാനമെടുത്തു. But Joshua took a തലമുറകൾ decision. കഴിഞ്ഞിട്ടും Even after generations. അനേകർ ഏറ്റു And പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. today many people repeat ഞാനും this. എന്റെ കുടുംബവും Me and my ഞങ്ങൾ family, യഹോവയെ സേവിക്കും. we will serve the Lord. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക. So boldly let us take the decision for God. കർത്താവ് അതിനെ മാനിക്കുവാൻ തൊക്കണം. And God will honor that. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ജോഷുവോട് ആരാണ് ഇത് പറഞ്ഞതെന്നുള്ള ഒരു കാര്യം. So we can see who said this. ഈ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് What we say about serving the Lord, ഈ ഇസ്രായേൽ മക്കൾക്ക് ഒരു പുതിയ കാര്യമല്ല. it's not a new thing for the people of ഇല്ലെങ്കിൽ അവർക്ക് Israel. അറിയാത്ത ഒരു കാര്യവുമല്ല. Or it's not something that they do not ഈ know. മരണത്തോട് അടുത്തിരിക്കുമ്പോൾ When he's close to the death, യോശുവയ്ക്ക് ഇത് പറയാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാമായിരുന്നു. Joshua could have said many things other than this. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്? But why did he say this thing? വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു? There were many other things which he could have discussed. അടുത്ത അവരുടെ ന്യായാധിപൻ ആരായിരിക്കും? Who would be their next judge? അല്ലെങ്കിൽ അടുത്ത രാജാവ് ആരായിരിക്കണം? Or how the next king should be. മുൻപോട്ട് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമായിരുന്നു. There were many things that he could have പക്ഷെ
പക്ഷെ apologize. യോശുവ പറയുന്നത് But Joshua നിങ്ങളുടെ says, ജീവിതത്തിൽ in your life, നിങ്ങൾ യഹോവയെ സേവിക്കണം. you should serve So, God. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം As far as the people of ഇതൊരു Israel, പുതിയ കാര്യമല്ല. this is not a new പക്ഷെ അവരുടെ thing. ജീവിതത്തിൽ സംഭവിച്ചത് But what happened in their life, കാലക്രമേണ as the years passed by, കാലപ്പഴക്കത്തിൽ and in the newness of the year, ദൈവത്തെ സേവിക്കണമെന്നുള്ള ഒരു കാര്യം the thing about serving the അവർ Lord, മറന്നുപോകുവാനിടയായി തീർന്നു. they forgot. അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ In their life, അവർ കനാൻ ദേശത്തേക്ക് കടന്നുപോയി. they entered the land of Canaan. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അവരുടെ ജീവിതത്തിൽ സെറ്റിൽ ആകുവാൻ തൊക്കണം ഇടയായി തീർന്നു. Everything was settled in their പക്ഷെ life. കുറച്ച് കഴിഞ്ഞപ്പോൾ After some time, ചുറ്റുമുള്ള അവരുടെ ജാതികളുടെ ആചാരങ്ങൾ, and the pagans that were around them, അവരുടെ കൾച്ചർ, and their culture, അവരുടെ സിസ്റ്റം, and their system, അവരുടെ ഫാഷൻ, and their fashion, അവിടുത്തെ ആരാധന രീതികൾ, and their worship ഇതെല്ലാം rituals, സ്ലോലി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. slowly all these things intruded in them. ഇതൊക്കെയും കടന്നു വന്നപ്പോൾ And when these things അവരുടെ came, ജീവിതത്തിൽ മറന്നുപോയ ഒരു കാര്യം there is one thing they forgot, യഹോവയെ ദൈവത്തെ to സേവിക്കണമെന്നുള്ളതാണ്. serve the Lord അവർ Jehovah. ചിന്തിച്ചപ്പോൾ And when they thought, ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം, we want this പക്ഷെ അതോടൊപ്പം ദൈവവും ഞങ്ങൾക്ക് വേണം. as well as God. ഇതിനെ രണ്ടുപേരും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് അവർ And ആഗ്രഹിച്ചത്. they wanted to bring both together. അതാണ് യോശുവ വളരെ പ്രത്യേകമായിട്ട് എടുത്ത് And പറയുന്നത്. that is what Joshua നിങ്ങൾ says. യഹോവയെ തന്നെ സേവിക്കണം. You should serve only your നമ്മുടെ God. ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു കാര്യം സംഭവിക്കും. Many a times in our life this happens. ആത്മീയമായി കുറച്ച് വർഷം കഴിയുമ്പോൾ Spiritually, after many years, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെയും ഒന്ന് മങ്ങിത്തുടങ്ങുമ്പോൾ that when what we see, it all goes down. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെയും And what we see in the society, നാം ചെറുതായിട്ട് അഡോപ്റ്റ് ചെയ്യും. we slowly adopt it. അവരുടെ ഫാഷൻ, Their fashion, അവരുടെ സിസ്റ്റം, their system, അവരുടെ രീതികൾ, their rituals, അവരുടെ ലൈഫ് സ്റ്റൈൽ, their trends, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. and these things come into our life. പക്ഷെ അവരോടൊന്നുകൂടെ യോശുവ ഓർമ്മപ്പെടുത്തുകയാണ്, And Joshua is reminding them, നിങ്ങളുടെ ജീവിതത്തിൽ in your life, നിങ്ങളെ വിളിച്ചത് that you have been called, നിങ്ങളെ വേർതിരിച്ചത് you have been separated ദൈവത്തെ മാത്രം സേവിക്കുവാൻ to വേണ്ടിയാണ്. serve only the living God. ഇതാണ് ഒരു യോശുവ ഈ അന്ത്യ സന്ദേശം പറയുമ്പോൾ And when Joshua is saying this last message, അവരുടെ ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. it is a remembrance in their life. ഈ രാത്രികാലം നമ്മളും ഇത് കേൾക്കുമ്പോൾ Tonight, when we are listening to നമുക്ക് this, അറിയാവുന്ന കാര്യം തന്നെയാണ്. this is what we know, പക്ഷെ ഒരു റിമൈൻഡർ എന്ന പോലെ, but just like a reminder, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ, just like a നമ്മൾ remembrance, എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്, why we have been നമ്മൾ called, എന്തിനു വേണ്ടിയാണ് വേർതിരിക്കപ്പെട്ടത്, why have we been ഈ separated, ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാനല്ല, is to conform this world, ഈ ലോകത്തിന്റെ സിസ്റ്റം ഫോളോ ചെയ്യുവാനല്ല, or to follow the system of ഈ this world, ലോകത്തിന്റെ കൾച്ചർ പ്രകാരം മുൻപോട്ട് പോകുവാനല്ല, or to live according to the culture of this ഈ world, ലോകവും ദൈവം ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനല്ല, not to take God and the world together, യഹോവയെ തന്നെ സേവിക്കുവാൻ but to വേണ്ടിയാ. serve only ഈ the Lord. രാത്രികാലം ഒന്നുകൂടെ ശോധന ചെയ്യേണ്ടത്, So tonight we have to examine നമ്മുടെ ourselves, ജീവിതത്തിൽ നാം ദൈവത്തെ മാത്രമാണോ that സേവിക്കുന്നത്, through our life are we serving only the living അതോ God, നമ്മളെ തന്നെയാണോ നാം ഇന്നും സേവിച്ചു or കൊണ്ടിരിക്കുന്നത്, are we serving ourselves, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ലോകത്തെയാണോ നാം or സേവിക്കുന്നത്, are we serving the world around us, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ജോലിയുടെ കാര്യങ്ങളെയാണോ നാം or സേവിക്കുന്നത്. are we serving our workplace? റിയൽ ആയിട്ട് ഒന്നുകൂടെ ശോധന ചെയ്ത് നോക്കുക. We have to really നാം examine ourselves. ആരെയാണ് സെർവ് ചെയ്യുന്നത്? Whom are we serving? ലോകവും ദൈവവും ഒരുമിച്ച് കൊണ്ടുപോകാനാണോ നാം സേവിക്കുന്നത്? Are we trying to take the world and God together? അതാണ് അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. And that is what we read in the verse യഹോവയെ 14. തന്നെ സേവിക്കുക. To serve only the ഇത് Lord. അവർക്ക് അറിയാത്ത കാര്യമല്ല, This is not something new to them, അവര് മറന്നുപോയ കാര്യം, but they forgot. അവർക്ക് പുതിയ കാര്യമല്ല, It's not a new thing അവർക്ക് to ഒരു them, ഓർമ്മപ്പെടുത്തലാണ് യഹോവയെ തന്നെ but സേവിക്കണം. they have been reminded about ഈ it. രാത്രികാലം നാം ഈ വചനം കേൾക്കുമ്പോൾ, So tonight when we listen to this നമുക്ക് word, അറിയാവുന്ന ഈ വചനം തന്നെ ഒന്നുകൂടെ നാം കേൾക്കുമ്പോൾ, this verse which we are familiar with, നാം when we ഒന്ന് hear again, ആത്മാർത്ഥമായി ശോധന ചെയ്യുക. let us intentionally introspect നാം ourselves. യഹോവയെ തന്നെയാണോ സേവിക്കുന്നത്? Am I serving the God? നാം ദൈവത്തെ മാത്രമാണോ സേവ് Am I ചെയ്യുന്നത്? serving only the God? അവിടെ നോക്കിയാണെങ്കിൽ ഈ ഒരു കാര്യം ഇസ്രായേൽ മക്കളെ കുറിച്ച് ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, And when we think about the people of ഈ Israel, സേവിക്കുക എന്ന് അവരോട് എന്തുകൊണ്ടാണ് പറയുന്നത്? why is it being repeatedly told to them, serve, അല്ലെങ്കിൽ serve? ജോഷുവ അന്ത്യകാലത്ത് ഈ ഒരു കാര്യം മാത്രം എന്താണ് പറയുന്നത്? Or in his last days, why is Joshua reminding നമുക്ക് people only to serve? നമുക്കറിയാം ഇവരെല്ലാം എവിടെയായിരുന്നു ആദ്യം? We know where these people ഇവർ were. മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നു. They were captives in ഈ bondage in മിസ്രയീമിന്റെ Egypt. ഈ മിസ്രയീമിന്റെ അടുത്തത്തിലായിരിക്കുമ്പോൾ And when they were in Egypt, ദൈവം അവരെ വിടുവിക്കുവാൻ സമയത്ത് at the time when God delivered them, ഫറവോനോട് പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. there is the special thing which Pharaoh was ആ informed. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം Exodus chapter 7, അതിന്റെ 16-ാം വാക്യം വായിക്കാം. 16. Exodus 7:16. God send me to you, saying, let my people go, that they will serve me in the wilderness, but indeed until now you will not hear. അവനോട് പറയേണ്ടതെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു.
നീയോ ഇതുവരെ കേട്ടില്ല. ഇത് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് മൈ പീപ്പിൾ ഗോ ദേ മസ്റ്റ് സോ മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So here we can see in Malayalam it says worship, but in English it says, let my people go that they may serve me in the wilderness. സെർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ശുശ്രൂഷിക്കുക, ദൈവിക കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. And to serve means to worship God, to work for the Lord, to minister unto the Lord, and this is what we know about അതിന്റെ serving. 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. And let us read 8:1 Exodus. ശ്രമിക്കാം. And the Lord spoke to Moses, go to Pharaoh and say to him, thus says the Lord, let my people go that they may serve me. സോ പിന്നെയും പറയുന്നത് എന്റെ ജനത്തെ വിട്ടയക്കുക ദൈവമേ സോമി എന്നാണ് പറയുന്നത്. Again it says, let my people go that they may serve me. 8-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കാം. 8:20 വായിക്കാം. 8:20. യഹോവ മോശെയോട് കൽപ്പിച്ചത്, നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിൽക്കാം. അവൻ വെള്ളത്തിന്റെ അടുക്കൽ നീ അവനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. The Lord said to Moses, rise early in the morning and stand before Pharaoh as he comes out of the water. Then say to him, thus says the Lord, let my people go that they may serve me. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ദൈവമേ സോമി, ഇതേ തന്നെ നോക്കുകയാണെങ്കിൽ അതിന്റെ 9-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്, 9-ാം വാക്യം 9-ാം അധ്യായം 13-ാം വാക്യത്തിലുണ്ട്. So 9:1, 9:13, again this is repeated. ഓൾമോസ്റ്റ് 5 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യം 5 times it's been repeated. എന്റെ ജനത്തെ വിട്ടയക്കുക, Let my people go എന്നെ ആരാധിക്കുവാൻ that വേണ്ടി, they may serve me, അവരെന്നെ സെർവ് ചെയ്യുവാൻ വേണ്ടിട്ട്, so that they can serve me, എന്നെ സേവിക്കുവാൻ വേണ്ടിട്ട്, to serve me, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിട്ട്, to minister unto me, എന്റെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിട്ട് to look after me. എന്റെ ജനത്തെ വിട്ടയക്കുക. Let my people go. സോ അവരെ എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ വിടുവിക്കുന്നത്? So why is God delivering them? അവരെ എന്തിനു വേണ്ടിയാണ് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്? Why did God deliver them the captivity or the bondage of Egypt and took them to the wilderness? ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, Only one purpose, അവരെന്നെ സേവിക്കണം. that they may serve me. എന്റെ ജനം, ഞാൻ വിടുവിക്കുന്ന എന്റെ ജനം, My people whom I will deliver, ഞാൻ തിരഞ്ഞെടുക്കുന്ന എന്റെ ജനം, my people who I will choose, അവരെന്നെ സേവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അവരെ വിടുവിക്കുന്നത്. I am delivering them so that they can serve അത് me. ഒരു പ്രാവശ്യമല്ല പറയുന്നത്, And God didn't say just once, 5 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ്. 5 times He repeated it. ദൈവം എന്നെ സേവിക്കുവാൻ വേണ്ടി അവരെ വിട്ടയക്കുക. Let them go so that they can serve me. സോ നോക്കുകയാണെങ്കിൽ ഫറവോനോട് തുടർമാനമായിട്ട് ഈ കാര്യം പറയുമ്പോൾ And so when again and again relentlessly this has been said to ആ Pharaoh, വളരെ വ്യക്തമായുള്ള സന്ദേശം ഇതാണ്, it's a very clear message ഈ ജനം എന്നെ സേവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. that this people are to serve me. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, In our life we should understand, നാമും ഒരു കാലത്തിൽ പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്നു, we were also once in the darkness of sin. മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നു, We were in captivity and നാം bondage of Egypt. പാപത്തിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. We were under the dominion of sin. ദൈവം നമ്മളെ അവിടെ നിന്ന് വിടുവിച്ചത് And from there God delivered us, ഒന്നിനു വേണ്ടിയല്ല, not for anything else. ഒറ്റ ഉദ്ദേശം, Only one ഒറ്റ purpose. ഉദ്ദേശം, Only one ദൈവത്തെ purpose. സേവിക്കണം. That is to serve the നമ്മൾ Lord. ഓരോരുത്തരും വിടുവിക്കപ്പെട്ടത്, Each one of us was നമ്മൾ delivered. ഓരോരുത്തരും ദൈവമക്കളായി തീർന്നത്, We became the child of God. നമ്മൾ ഓരോരുത്തരും പിശാചിന്റെ അധികാരത്തിൽ ദൈവം നമ്മളെ വിടുവിച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് For each one of us we were saved from the dominion and lordship of Satan and came as a child of God. ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, Just for one purpose. കർത്താവിനെ സേവിക്കുക, To serve the Lord. ദൈവത്തെ സേവ് ചെയ്യുക, To serve the Lord. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകൾ To ചെയ്യുക, minister to the Lord. ദൈവത്തെ ആരാധിക്കുവാൻ, Worship the Lord. ദൈവിക കാര്യങ്ങൾ നോക്കുവാൻ, And to indulge in godly things. ദൈവിക കാര്യങ്ങൾ ഇടപെടുവാൻ, And to indulge in godly ഇത് things. മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഉദ്ദേശം. This is the only purpose in our life. അതാണോ ഞാൻ പറഞ്ഞത്? And that's what ഒരു ഓർമ്മപ്പെടുത്തൽ. it's a നമ്മൾ reminder. മറന്നു പോയിട്ടുണ്ടെങ്കിൽ, If we have forgotten നമ്മളെ വിടുവിച്ചതിന്റെ, for what we have been delivered, നമ്മളെ രക്ഷിച്ചതിന്റെ why we have been saved, ഒറ്റ ഉദ്ദേശം, only reason, കർത്താവിനെ സേവിക്കുക. to serve the Lord. അതാണ് യോശുവയും ചെയ്യുന്നത്. And that's what Joshua is doing. മരണത്തിന്റെ അന്ത്യത്തിലോളം എടുക്കുമ്പോൾ Even during the sunset of his life, അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, he's reminding ഇസ്രായേൽ മക്കളെ, people of നിങ്ങൾ Israel, പണ്ട് മിസ്രൈമിന്റെ അടിമത്തത്തിലായിരിക്കുന്നു, when you were in the bondage of Egypt, ഇന്ന് കനാനിൽ നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്, today in Canaan you have all the requirements and resources. എല്ലാ പ്രൊവിഷൻസും നിങ്ങൾ എക്സസ് ആയിട്ട് തന്നെ ഉണ്ട്. All the provisions is in excess for പക്ഷെ you. മറന്നു പോകരുത്, Do not forget, അന്ന് നിങ്ങൾ കരഞ്ഞപ്പോൾ, when you cried of അന്ന് that, നിങ്ങൾ അടികൊണ്ട് കരഞ്ഞപ്പോൾ, when you cried after hitting, ഫറവോൻ നിങ്ങളെ ഞെക്കി ഞെരുങ്ങിയപ്പോൾ, and when Pharaoh was treating you ഞാൻ bad, ഇറങ്ങി വന്നു, I came നിങ്ങളെ down, രക്ഷിച്ചു. I delivered പക്ഷെ you, ഞാൻ നിങ്ങളോട് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു, but I clearly told ഞാൻ you, നിങ്ങളെ
നിങ്ങളെ വിടുവിച്ച് വിടുന്നത് കൊണ്ടുപോകുമ്പോൾ that when I deliver you and take you, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വിടുവിക്കുന്ന ഉദ്ദേശം the purpose for delivering you, നിങ്ങൾ എന്നെ സേവിക്കണം. you shall serve me. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ In our life, കർത്താവ് നമ്മളെ വിടുവിച്ച് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. God has delivered us and kept us here ഒന്നിനും ഒരു കുറവില്ലാതെ without any lack, ആത്മീയമായ എല്ലാ രീതിയിലും അനുഗ്രഹത്തോടെ ദൈവം നമ്മളെ നടത്തുമ്പോൾ with all the spiritual blessings when He's leading us. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, There is what God asks us. വിടുവിച്ചതിന്റെ ഉദ്ദേശം മറന്നുപോയിട്ടുണ്ടോ? Have we forgotten the purpose of രക്ഷിച്ചതിന്റെ our ഉദ്ദേശം deliverance? മറന്നുപോയിട്ടുണ്ടോ? Have we forgotten the reason of our salvation? വിടുവിച്ചതിന്റെ കാരണം The reason for deliverance. നിങ്ങൾ എന്നെ സേവിക്കുവാൻ You should serve me. നമ്മുടെ ജീവിതത്തിൽ So in our life, നാം എത്രമാത്രം how much നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ are we സേവിക്കുന്നു? serving the Lord with our lives? നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ How ചെയ്യുന്നുണ്ട്. much ministry we are doing for the Lord? കർത്താവിന് വേണ്ടി ദൈവിക കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം താല്പര്യമായിട്ടുണ്ട്. And how much interest do we have in the divine and spiritual ദൈവിക things? കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം പ്രയോറിറ്റി ആയിട്ടുണ്ട്. And how much priority we give to the divine things? ഞാനും എന്റെ കുടുംബവുമോ Me and my family, ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ളത് we will serve the Lord. വളരെ അറിയാവുന്ന വാക്യമാണ്. It's a very familiar ഈ word. രാത്രികാലം പക്ഷെ ഒന്നുകൂടെ ശോധന ചെയ്ത് But നോക്കുക. tonight, let's once again examine our നമ്മൾ life. റിയൽ ആയിട്ട് കർത്താവിനെ സേവിക്കുന്നുണ്ട്. Are we really serving the Lord? ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശം. This is our only purpose. കർത്താവ് വേറൊന്നും അവരോട് പറയുന്നില്ല. God doesn't say anything else. 5 പ്രാവശ്യം 5 times. 5 പ്രാവശ്യം 5 times. ഒറ്റ കാര്യം മാത്രം പറയും. Only the same thing is repeated. നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. And this is again reminding us. Serve the Lord. Serve the Lord. കർത്താവിനെ സേവിക്കുക. Serve the Lord. കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുക. Minister unto the Lord. കർത്താവിന്റെ കാര്യങ്ങൾ നോക്കുക. Look after God's work. ബാക്കി എല്ലാ കാര്യങ്ങളും Rest നമുക്ക് everything സെക്കൻഡറി ആയിരിക്കട്ടെ. should be secondary നമ്മുടെ for us. പ്രൈമറി റെസ്പോൺസിബിലിറ്റി Our primary കർത്താവിനെ responsibility സേവിക്കുക എന്നത്. is to serve the ഈ Lord. ദൈവം ഈ ഫറവോനോട് മോശ ഈ കാര്യം പറഞ്ഞപ്പോൾ, And when Moses delivered this to the Pharaoh, എന്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടയക്കുക, let my people go, let them serve me. അവരെന്നെ സേവിക്കുവാൻ വേണ്ടി വിട്ടയക്കുക എന്ന് പറയുമ്പോൾ And when he said that, let them go so that they can serve me, ഫറവോൻ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. the response of Pharaoh is very, very attentive. നമുക്കറിയാം ഈ ഫറവോനും ഇസ്രായേൽ ദേശവും എന്തിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന്. We know what is Pharaoh and the land of Egypt referring to. സാത്താന്റെയും സാത്താന്റെ അടിമത്തത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. And it represents Satan and his dominion. ഈ എന്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കുവാൻ പറഞ്ഞപ്പോൾ And when Moses says, let my people go so that they can serve ഫറവോൻ me, അവരോട് പറയുന്ന കാര്യം, what does Pharaoh say? പുറപ്പാട് പുസ്തകം 8-25 വാക്യം വായിക്കാം. Exodus 8:25. പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. അവിടെ നോക്കുകയാണെങ്കിൽ മോശ വന്ന് ഫറവോനോട് പറഞ്ഞു, എന്റെ ജനത്തെ എന്നെ സേവിക്കുവാൻ വേണ്ടി വിട്ടയക്കുക, അല്ലെങ്കിൽ എന്നെ ആരാധിക്കുവാൻ വേണ്ടി We വിട്ടയക്കുക. can see Moses comes and tells Pharaoh that let my people go and let them serve me. This is the message from our God to you. പക്ഷെ ഫറവോന് വിട്ടയക്കുവാൻ മനസ്സില്ല. But Pharaoh doesn't want to let them go. ഫറവോൻ അവരോട് പറയുന്ന മറുപടി, The response of Pharaoh, ആ ദേശം ദൂരെ എങ്ങൊന്നും പോയി ആരാധിക്കണ്ട, you don't need to go far away. ഇവിടെ തന്നെ ദൈവത്തെ സേവിച്ചു കൊള്ളട്ടെ. In this land only they can serve the ഈ Lord. ഇസ്രായേൽ ദേശത്ത് അവർ സേവിച്ചു കൊള്ളട്ടെ. Within Egypt they can serve the Lord. അവർക്ക് ഫറവോൻ പറയുകയാണ്, Pharaoh ഈ says ദേശത്തെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കാം, that we will give you everything you അവർക്ക് need. അതിന്റെ ഫ്രീഡം കൊടുക്കാം, We will give you freedom for that. അവരവിടെ ഇരുന്ന് ദൈവത്തെ സേവിച്ചു കൊള്ളട്ടെ. Let them serve the Lord. പലപ്പോഴും ഇതാണ് നമുക്കും കാണുന്നത്. Many times this is what we ഇന്ന് see. അനേകർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, Many people ask this ചർച്ചിൽ question. പോയി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ? Do we need to really go to the church and pray? സമുദായത്തിൽ നിന്ന് വേർപെട്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ? Do we have to come out of the nominal ഇല്ലെങ്കിൽ ഇന്ന denominations? കാര്യങ്ങൾ ഒരു വേർപാട് അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അത് ദൈവത്തെ സേവിക്കുവാൻ കഴിയത്തുള്ളൂ? Or in so many things, do we need to really be separated to serve the Lord? ഇല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തെങ്കിൽ മാത്രമേ ദൈവത്തെ സേവിക്കുവാൻ And കഴിയത്തുള്ളൂ? from the family only, if we take a step out, is it possible to serve God? ഞാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ലേ? Whichever situation where I am, if I pray, won't the Lord listen to me? ഇല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സമുദായ കൂട്ടായ്മയിൽ നിന്ന് തന്നെ പറഞ്ഞാൽ ദൈവം കേൾക്കത്തില്ലേ? Or whichever community denomination I am, from there, if I call upon the Lord, will He not listen to നാം me? ഒരു കാര്യം മനസ്സിലാക്കണം, We should ഈ understand one thing. ചിന്തകളൊക്കെ All this thought, ഫറവോന്റെ തന്ത്രമാണ്, this is Pharaoh's tactics. സാത്താന്റെ ചിന്തകളാണ്. This is Pharaoh's ഫറവോൻ thinking. പറയുന്ന കാര്യമാണ്, And he's അവര് saying, പോകണ്ട, let them not go. അവരിവിടെ ഇരുന്ന് ആരാധിച്ചോട്ടെ. They can pray പക്ഷെ അതിന് sitting here. മോശ പറയുന്ന മറുപടിയാണ് വളരെ And the reply from Moses, we can see that. 8-28 വാക്യം വായിക്കാം. 8:28. മതി. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. സോ ഫറവോനോട് മോശ ഈ ഒരു കാര്യം ഫറവോനോട് പറയുമ്പോൾ And when Moses is telling this to Pharaoh, അവിടെ മോശ പറയുന്ന ഒരു മറുപടി ഉണ്ട്, അങ്ങനെ എനിക്ക് ചെയ്തുകൂടാ. 26 ഒന്ന് വായിക്കാം.
അങ്ങനെ ചെയ്തുകൂടാ. It is not right to do so. മോശയുടെ ആൻസർ വളരെ ക്ലിയർ ആണ്. Moses' answer is very clear. ദൈവം പറഞ്ഞ കാര്യം ഇതാണ്, This is what God said, വേർപാട് അനുഷ്ഠിച്ചുകൊണ്ട് and we have to observe the separation. ആയിരിക്കുന്ന പാപത്തിൻ്റെതായ ദേശത്തിൽ നിന്ന് And from the sinful land, പാപ സ്വഭാവങ്ങൾ വെറുത്തുകൊണ്ട് and we have to hate all the sinful nature, പാപത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് remove everything of sin, വേർപാട് അനുഷ്ഠിച്ചു ദൈവത്തെ ആരാധിക്കണം. and we have to be separated and worship the Lord. ഫറവോൻ പറയുന്നത്, And what Pharaoh നിങ്ങൾ ഇവിടെ says, തന്നെ കാര്യങ്ങൾ ചെയ്തു. you stay here, മോശയുടെ ഉത്തരം, and Moses അങ്ങനെ replied, ചെയ്തുകൂടാ. indeed we പ്രിയമുള്ളവരെ, cannot do നമ്മുടെ that. ജീവിതത്തിലും In our life, നമ്മുടെ also, ആൻസറും വളരെ ക്ലിയർ ആയിരിക്കണം. our answer should be very പലപ്പോഴും clear. നമ്മളോട് ചോദിക്കും, Many a times ഇങ്ങനെ people ask, വേർപെടണോ, do you need to ഈ be separated? കാര്യങ്ങളൊക്കെയും ചെയ്യാതിരിക്കണോ, Do you need to do all ഈ these things? കാര്യങ്ങളൊക്കെയും വർജനം പ്രാപിക്കണോ, Do you need to be separated from ഇങ്ങനെ these ചെയ്താൽ things? ദൈവം കേൾക്കത്തില്ലേ? If like this you are നമ്മുടെ doing, ഉത്തരം will God വളരെ not ക്ലിയർ listen? ആയിരിക്കണം. Our answer should be അങ്ങനെ very clear. ചെയ്തുകൂടാ. Indeed, it ഈ is ലോകം not നമ്മളോട് right. ചോദിക്കും, This world will ask us. നമ്മൾ പറയണം അങ്ങനെ ചെയ്തുകൂടാ. We should say it is not ഞങ്ങളുടെ right. ദൈവം Our God ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് has told us വേർപാടും വിശുദ്ധിയും വളരെ പ്രാധാന്യമാണ്. separation and holiness is very നമ്മുടെ important. ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, In our life, we should take heed. പല ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. Many thoughts will പക്ഷെ come into അവിടെയൊക്കെ our life, നമ്മുടെ ആൻസർ ഇതായിരിക്കണം, but this should be our answer. അങ്ങനെ ചെയ്തുകൂടാ. Indeed, it's not right. അങ്ങനെ ചെയ്യുവാൻ പറ്റത്തില്ല. We cannot do that. ദൈവം പറഞ്ഞിരിക്കുന്നത്, What God എന്റെ said, ജനത്തെ എന്നെ ആരാധിക്കുവാൻ, that for my people to worship me, എന്നെ സേവിക്കുവാൻ to serve me, പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് അവർ വിട്ടുപോകണം. from the darkness of sin, they should be separated. അടുത്തൊരു സൊല്യൂഷൻ ഫറവോൻ കൊണ്ടുവന്നത്, The next solution for മോശ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല എന്ന്. Moses said it's not possible. അടുത്ത സൊല്യൂഷൻ ഫറവോൻ The കൊണ്ടുവന്നത് next solution for 8-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ വായിച്ചത്, 8:28. ദൂരത്തെങ്ങും പോകേണ്ട. Don't go far away. നമ്മൾ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം അത്. Pharaoh said, I will let you go that you may sacrifice to the Lord your God in the wilderness. Only you shall not go very far away. ദൂരത്തെങ്ങും പോകേണ്ട. Don't go far away. നിങ്ങൾ ആരാധിച്ചോ, You worship. നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോ, Go and pray നിങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോ, and do whatever you need to പക്ഷെ do. പിന്നെയും മടങ്ങി വരണം. But then come back. ആരാധിച്ചിട്ട് After പിന്നെയും worship, ഇസ്രയേലിൽ തന്നെ മടങ്ങി come വരണം. back into the Egypt. പിന്നെയും പഴയ കാര്യങ്ങൾ തന്നെ ചെയ്യണം. Come back and do the old things നമ്മുടെ ജീവിതത്തിൽ in our life. ശ്രദ്ധിച്ചു നോക്കിയാണെങ്കിൽ And if we look clearly, പഴപ്പോലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. many a times this is what happens. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, We go to worship, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, we go for prayer meetings, എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം ഉത്സാഹത്തോടെ ചെയ്യുന്നുണ്ട്. we do all the things with great intensity, പക്ഷേ പിന്നെയും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകും. but again we go back to the old life. പിന്നെയും പഴയ മൊബൈലിലേക്ക് മടങ്ങി പോകും. Again we go back to the old mobile. പിന്നെയും പഴയ കൂട്ടുകെട്ടുകളിലേക്ക് മടങ്ങി Again we പോകും. go back to the old പിന്നെയും friendship. പഴയ സ്വഭാവങ്ങളിലേക്ക് മടങ്ങി Again പോകുകയാണ്. we go back to the old nature. പിന്നെയും പഴയ ചിന്തകളിലേക്ക് മടങ്ങി Again പോകുകയാണ്. we go back to the old thoughts. പിന്നെയും പഴയ ആ വിചാരങ്ങളിലേക്ക് മടങ്ങി We പോകുകയാണ്. go to the old thinking. ഫറവോൻ പറയുന്ന കാര്യമാണ്, And Pharaoh says, നിങ്ങൾ ആരാധിച്ചോ, you worship, പക്ഷെ തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. but come back here. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യുന്നു. Let us examine our life. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കുമ്പോൾ We have been called and separated to നമ്മൾ worship. ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ 1, 2, 3 ദിവസം മാത്രമേ മീറ്റിംഗിൽ കടന്നു വരുവാൻ സാധിക്കുന്നുള്ളൂ. We are able to come to the fellowship only 2 or 3 days in a week. ബാക്കി എല്ലാ സമയങ്ങളും പുറത്തായിരിക്കുമ്പോൾ And rest other days we are outside. നാം ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്നുണ്ടോ? Are we going back to നമ്മുടെ Egypt? ചിന്തകൾ കൊണ്ട് ഇസ്രായേലിലേക്ക് മടങ്ങി Are we പോകുന്നുണ്ടോ? going back to Egypt through our നമ്മുടെ thoughts? വിചാരങ്ങൾ കൊണ്ട് ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്നുണ്ടോ? With our thinking, are we going back? നമ്മുടെ മൊബൈലുകൾ കൊണ്ട് നാം ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്നുണ്ടോ? With our mobile devices, are we നമ്മുടെ going back to Egypt? ചുറ്റുകെട്ടുകൾ കൊണ്ട് ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്നുണ്ടോ? With our friendships, are we going back to Egypt? നമ്മുടെ ഓഫീസിലെ ഇടപാടുകൾ നാം ഓഫീസിലെ പഴയ സ്വഭാവങ്ങളിലേക്ക് മടങ്ങി പോകുന്നുണ്ടോ? Our transaction within our office premises, are we going back to these ഫറവോൻ things? പറയുകയാണ്, Pharaoh says, ദൂരമെങ്ങും പോകണ്ട, don't go far നിങ്ങൾ away. പോയി പ്രാർത്ഥിച്ചോ, Go and pray, ആരാധിച്ചോ, worship, എല്ലാ കാര്യങ്ങളും ചെയ്തു, do everything. എന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി But after that, come back to me. പിശാചിന്റെ തന്ത്രമാണ്. This is tactics of Satan. പിശാച് നമ്മളെ ചതിക്കുവാനുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. And these are the tactics and strategy of Satan to deceive us. നമ്മൾ പഴയതിലേക്ക് മടങ്ങി പോകരുത്, We should not go back to old പഴയ ways. പാപത്തിലേക്ക് മടങ്ങി We പോകരുത്, should not go back to old പഴയ sin. മോഹങ്ങളിലേക്ക് മടങ്ങി We should പോകരുത്, not go back to old lust. പഴയ കൂട്ടുകെട്ടിലേക്ക് നാം മടങ്ങി We should പോകരുത്. not go back to old നാം friendship. വേർപെട്ടവരായി ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി We have വിളിക്കപ്പെട്ടവരാണ്. been called and separated to worship Lord in separation. ജീവിതത്തിൽ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, There's only one purpose in our life: ദൈവത്തെ സേവിക്കുക, to serve the Lord, ദൈവത്തെ സേവിക്കുക, to serve the Lord, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, to live for the Lord, ദൈവത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുക. and look only after the Lord. ആത്മീയമായി ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും And everything that is not spiritual, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റിക്കളയും. it should be removed from our life. ഫറവോൻ പറയും,
Pharaoh would ഇങ്ങനെ say, തന്നെ തിരിച്ചു വരാൻ. come back. പിശാച് പറയും, Satan നീ will say, പോയിട്ട് ഇങ്ങനെ തന്നെ വാ, you go and come നീ back പിന്നെ ഈ here. അവസ്ഥയിലേക്ക് തന്നെ വാ. Come back to the same അവിടെ place. മോശ പറഞ്ഞ മറുപടി, And there what Moses ഞങ്ങൾ said, അങ്ങനെ ചെയ്യത്തില്ല, we will not do that. ഞങ്ങൾക്ക് വേർപാട് വേണം, We need ഞങ്ങൾ separation. തിരിച്ചു മടങ്ങി വരത്തില്ല, We will not come ഞങ്ങൾ back. പാപത്തിലേക്ക് മടങ്ങി We will വരത്തില്ല, not come back ഞങ്ങൾ to sin. മുസ്ലിമിലേക്ക് മടങ്ങി വരത്തില്ല, We will not come back to ഞങ്ങൾ Egypt. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. But we will start to serve the Lord and live for Him. ദൈവത്തെ സേവിക്കുവാൻ ഇതായിരിക്കണം നമ്മുടെയും തീരുമാനം. And this should be our decision. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to chapter 10, 10-ാം അധ്യായം 8-ാം വാക്യം എന്ന് വായിക്കാം. 10 verses 8. Aaron were brought again to Pharaoh, and he said to them, go serve the Lord, go to the Lord your God. Who are the ones that are going? ഇവിടെ നോക്കിയാണെങ്കിൽ പിന്നെയും ഈ 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we, ദൈവം തന്റെ ടോൺ ഒന്ന് മാറ്റി. when we come to the 10th verse, here we can see he changed his tone. ഇത്രയും നാളും ദൈവത്തെ എന്റെ ജനത്തെ വിട്ടയക്കുക, എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറയുന്നു. Till now, God was saying, let my people go, let my people go. ഫറവോൻ കേൾക്കുന്നില്ല. And he's not listening. അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, And in verses 3, we can നിങ്ങൾ see എത്രത്തോളം ഇങ്ങനെ കേൾക്കാതിരിക്കുന്നു ദൈവം ചോദിക്കുന്നുണ്ട്. that how much you will refuse this. ദൈവം ടോൺ മാറ്റുകയാണ്. God is changing the ദൈവം tone. തന്റെ ന്യായവിധിയുടെ ആ ഒരു കടുപ്പം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുകയാണ്. And God's judgment now it's becoming more hard. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, In our life, we should നമ്മുടെ understand ജീവിതത്തിന്റെ പേർപ്പസ് വളരെ ക്ലിയർ ആണ്. our purpose is very clear, ദൈവത്തെ സേവിക്കുക. to serve the ഈ Lord. ഒറ്റ ഉദ്ദേശം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. This is the only purpose പക്ഷെ in നാം our life. തുടർമാനമായിട്ടും ഈ കാര്യങ്ങൾ കേട്ടിട്ടും But even after listening to this continuously, നമ്മൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല we എങ്കിൽ, do not submit for that. നമ്മുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുന്നില്ല We എങ്കിൽ, are not submitting our lives for നാം ഈ that. ഒരു കാര്യം ഈ ഒരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല And എങ്കിൽ, if we are not taking this seriously, ഒരു കാര്യം ഓർക്കണം, we should remember ദൈവം this. ടോൺ മാറ്റും. God will change his ദൈവം tone. പഴയതുപോലെ പിന്നെയും സംസാരിച്ചു He കൊണ്ടിരിക്കത്തില്ല. will again not speak like the ദൈവം old fashion. നാളുകളായി പറയുന്നുണ്ട്, From days he has been നിന്നെ saying വിളിച്ച് this, വേർതിരിച്ചത്, that what you have been called for, നിന്നെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം the reason for your എന്നെ salvation സേവിക്കുവാൻ is to വേണ്ടിയാണ്. serve me. പക്ഷെ അതിനുവേണ്ടി വേണ്ടതുപോലെ ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, But if you are not listening to it, പക്ഷെ ദൈവം തന്റെ ടോൺ മാറ്റുവാൻ തൊക്കണം. God might change his ദൈവം tone. എന്നും ഒരുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. Every day God will not speak in the same 10-ാം fashion. അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ When we came to chapter 10, ദൈവം സീരിയസ് ആയിട്ട് സംസാരിക്കുവാൻ തുടങ്ങി. God has become a bit serious. ദൈവം നമ്മളോട് സീരിയസ് ആകാതിരിക്കണമെങ്കിൽ, And if God should not be serious ദൈവം with us, കാര്യങ്ങൾ പറയുമ്പോൾ when God says നാം something, നേരത്തെ തന്നെ കേൾക്കുക. we have to listen. ഇവിടെ immediately. 10-ാമത്തേക്ക് കടന്നു വരുമ്പോൾ And when we come to chapter 10, ഫറവോൻ അടുത്ത ചോദ്യം the ചോദിക്കുകയാണ്, next question, നിങ്ങൾ ആരൊക്കെയാണ് പോകേണ്ടത്? who are the people going? ഫറവോൻ പറയുന്ന കാര്യം ഇതാണ്, Pharaoh, what he നിങ്ങൾ wants to say, പുരുഷന്മാർ മാത്രം പൊക്കോട്ടെ, that let only the men go, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാര്യമാരും let your wives and നിങ്ങളുടെ children കന്നുകാലികള് and your cattle നിങ്ങളുടെ മൃഗസമ്പത്ത് and all your livestock, ഇതെല്ലാം ഇവിടെ ഇരുന്നോട്ടെ, let it all be നിങ്ങളുടെ here. പുരുഷന്മാർ മാത്രം പോകട്ടെ. And the men go and worship and പറയുവാൻ love. ആഗ്രഹിക്കുന്ന കാര്യം, What I want to say, ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ദൈവം പറയുമ്പോൾ when God says to serve the Lord, പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്. these are the tactics that Satan will ആദ്യം bring. പറയും, ഇവിടുന്ന് തന്നെ വേർപാടൊന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്ന് First ആരാധിച്ചു. he will say, no need of any separation, sit here and pray. അതിന്റെ നമുക്കുള്ള ഉത്തരം ഇതായിരിക്കണം, And our answer should be, ഞങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ, no, we are not supposed to അങ്ങനെ do that. ചെയ്യുവാനുള്ള കാര്യം നമുക്കില്ല. It's not right to do that. രണ്ടാമത്തെ കാര്യം പിശാച് പറയും, Second thing Satan would say, ദൂരത്തെങ്ങും പോകണ്ട, don't go far away, പഴയതിലേക്ക് തന്നെ മടങ്ങി വാ. but come back to the old അവിടെ ways. നമ്മുടെ ആൻസർ There ഇതായിരിക്കും, also our answer "No, should be, ഞാൻ അങ്ങനെ വരത്തില്ല." no, I will not come back. മൂന്നാമത് ഫറവോൻ പറയുന്ന കാര്യം, Third thing that Pharaoh says, പുരുഷന്മാർ മാത്രം പോകട്ടെ. let only the men നിങ്ങൾക്ക് go. ആരാധനയ്ക്ക് പോകണമെന്നല്ല You പറയുന്നത്, want to go for worship, ദൈവത്തെ സേവിക്കണമെന്നല്ല പറയുന്നത്, to serve the Lord, പുരുഷന്മാർ മാത്രം let പോകട്ടെ. only the men go. പൂർണ്ണമായിട്ട് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട, No, don't give ചില completely. കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്കട്ടെ. Some things can be here. കാരണം എന്താണ്? What is the reason? എപ്പോഴെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. That sometime maybe you may come back. അവിടെ ചോദിക്കുന്ന ആരൊക്കെയാ പോകുന്നത്? Who all wants to go? നിങ്ങളുടെ എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നവരെല്ലാവരുമായിട്ട് പോകണമെന്ന്. And then Moses says that all these people should നമ്മുടെ go. ജീവിതത്തിൽ നാം മനസ്സിലാകണം, In our life, we should ദൈവത്തെ understand. സേവിക്കുവാൻ വേണ്ടി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ When God has told us to serve the Lord, പാർഷ്യലായിട്ട് സേവിക്കുവാനല്ല ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. God doesn't want a partial serving, നമുക്കുള്ള സകലവും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ. but everything that we have to give to the നമ്മുടെ Lord. ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ Whatever we have അത് in our നമ്മുടെ life, കുടുംബം ഉൾപ്പെടുന്നുണ്ട്, that includes our നമ്മുടെ family, ഭാര്യയും നമ്മുടെ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നുണ്ട്, our wife, our children, നമ്മുടെ ജോലി ഉൾപ്പെടുന്നുണ്ട്, and our duty, നമ്മുടെ ഫിനാൻഷ്യൽസ് ഉൾപ്പെടുന്നുണ്ട്, our finance, നമുക്ക് എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്. whatever we have, മുഴുവനുമായിട്ടാണ് ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. everything we have to submit to the പാർഷ്യൽ Lord. സമർപ്പണമല്ല ദൈവം നമ്മളോട് ചോദിക്കുന്നത്. Partial submission is not what God is മോശ asking. വളരെ വ്യക്തമായി പറയുന്നു, And Moses very clearly says, ഇല്ലല്ല. no, സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ when we go out for worship, ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് God has told us മുഴുവനുമായിട്ട് കമ്മിറ്റ് ചെയ്യുക. that completely we have ഇവിടെ to submit. നിർത്തുന്ന ഒരു കാര്യവുമില്ല. There is nothing that will ചില stay back. കാര്യങ്ങൾ ഞങ്ങൾ
ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് പോകത്തില്ല. We will not leave anything നമ്മുടെ back. ജീവിതത്തിൽ ഓർക്കേണ്ടത് In our life, we should ദൈവത്തെ remember, സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ when we start to serve the Lord, പിന്നെയും പഴയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ചില കാര്യങ്ങളെ കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് പോരരുത്. we cannot keep hold of old things, ചില പഴയ സ്വഭാവങ്ങൾ, some old nature, ചില പഴയ മോഹങ്ങൾ, some old lust, ചില പഴയ കൂട്ടുകെട്ടുകൾ, some old ചില friendship, പഴയ റിലേഷൻഷിപ്പുകൾ, some old ചില relationship, പഴയ ഇടപാടുകൾ. some old ദൈവത്തെ transactions. സേവിക്കുന്നുണ്ട്, We are serving പക്ഷെ the Lord, അതോടൊപ്പം തന്നെ but along with ഇതും that, കൂടെ കൊണ്ടുപോവുകയാണ്. this is also going മോശ along. പറഞ്ഞില്ല, പറ്റത്തില്ല, Moses said, no, ഒന്നിനെ ഞാൻ ഇവിടെ നിർത്തത്തില്ല, nothing will stand here. ഒന്നും ഈ പാവദേശത്തിൽ വസിക്കത്തില്ല, Nothing will stay back in the പൂർണ്ണമായി sinful ഞങ്ങൾ land. പോകുകയാണ്. Everything I will എന്തിനു take. വേണ്ടി? ദൈവത്തെ സേവിക്കുവാൻ Why? വേണ്ടി. To serve the നമ്മുടെ Lord. ജീവിതത്തിലെ തീരുമാനം And ഇതായിരിക്കണം. this should be the decision ഞാനും of our എനിക്കുള്ള life. സകലവും, Me and everything that I അതെന്റെ have, ജോലിയാകട്ടെ, that may be my എന്റെ work, കുടുംബമാകട്ടെ, my family, എന്റെ ചിന്തകളാകട്ടെ, my thought, എന്റെ ആഗ്രഹങ്ങളാകട്ടെ, my എനിക്കുള്ള desire, സകലവും everything ഞാൻ that I ദൈവത്തെ have, സേവിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുക. that I will leave to serve ഒന്നിനെയും God. മിസ്രൈം ദേശത്ത് വിട്ടിട്ട് പോകരുത്. Nothing I will leave back in the land of Egypt. നോ, അങ്ങനെ പറ്റത്തില്ല. Moses said, no, it's not നമ്മുടെ possible. ജീവിതത്തിലെ ആൻസർ ഇതായിരിക്കണം. This should be our പിശാച് answer. പറയും, Satan will ചില say, കാര്യങ്ങൾ അവിടെ നിന്നുകൊള്ളട്ടെ, let some things be ചില there, കാര്യങ്ങൾ ജീവിതത്തിൽ ഒളിച്ചു കൊള്ളട്ടെ, some things ഇതാരും അറിയുന്നില്ല, nobody will know, ഇതാരും കാണുന്നില്ല. nobody will see. മോശ പറഞ്ഞ പോലെ പറയണം, Moses said, we ഇല്ല, should say, ഇല്ല, അത് പറ്റത്തില്ല. no, no, not ഞാനും possible. എനിക്കുള്ള സകലവും Me and everything that I ദൈവത്തെ have സേവിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. will be gone to praise the Lord. അടുത്ത ഫറവോൻ പറയുന്ന ഒരു കാര്യം, And next word for us അതിന്റെ is 24-ാം വാക്യം. verses 24. മോശെ വിളിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിക്കുക, ആടുകളും കന്നുകാലികളും മാത്രം ഇന്ന് നിൽക്കട്ടെ. അതെ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും അവിടെ നിൽക്കട്ടെ. Let your flocks and livestock be here, അവരുടെ മൃഗസമ്പത്ത്, that they are heard, അല്ലെങ്കിൽ അവരുടെ അഹോവൃത്തി. or whatever they had ഫറവോൻ gone. പറയുകയാണ്, Or Pharaoh നിങ്ങൾ says, പോയിക്കോ, you go, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിക്കോ, take your നിങ്ങളുടെ children, മാതാപിതാക്കളെയും കൊണ്ട് പോയിക്കോ, take your പക്ഷെ parents, ഇതിവിടെ നിൽക്കട്ടെ. but let the livestock നിങ്ങളുടെ be here. അഹോവൃത്തിക്കുള്ള കാര്യം, Whatever you have for നിങ്ങളുടെ your daily thing, മൃഗസമ്പത്തുകൾ, your livestock, ഇതിവിടെ നിൽക്കട്ടെ. you are heard, let it be here. 10-ാം വാക്യം വായിക്കാം. 10:26. ഞങ്ങൾ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരണം, ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിച്ചു ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിച്ചുകൂടാ. 10-ാം വാക്യം Not a വായിക്കാം. hoof shall be left behind. ഒരു കുളമ്പ് പോലും, Not a hoof shall ഒരു be left കുളമ്പ് behind. പോലും Not a hoof പിന്നിൽ ശേഷിച്ചുകൂടാ. shall be left മോശ behind. പറയുകയാണ്, Moses ഞാൻ says, ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ when I start to serve the Lord, ഒന്നിനെയും പുറകിൽ ഞാൻ വെച്ചിട്ട് I will പോകത്തില്ല. not leave anything ഒന്നിനെ behind. ഞാൻ മിസ്രൈം ദേശത്ത് വിട്ടിട്ട് I will പോകത്തില്ല. not leave behind ദൈവം anything. ഞങ്ങളോട് അതല്ല പറഞ്ഞിരിക്കുന്നത്. That's not what God ഒരു said. കുളമ്പ് പോലും ശേഷിക്കാതെ, Without a hoof being എന്റെ back, ജീവിതത്തിൽ ഒന്നും ശേഷിപ്പിക്കാതെ nothing of my life will be back. മുഴുവനുമായിട്ട് കർത്താവിന് വേണ്ടി കമ്മിറ്റ് ചെയ്യും. Everything will be committed to the Lord. നമ്മുടെ ജീവിതത്തിൽ In our life also, രാത്രികാലം ഈ tonight, ദൈവത്തെ സേവിക്കുക നാളുകളായി കേൾക്കുമ്പോൾ we have been listening again and again or many times to serve this നമ്മൾ Lord. എന്തെങ്കിലും മിസ്രൈം ദേശത്ത് വിട്ടുവെച്ചിട്ടുണ്ടോ? Have we left behind anything in the land of എന്തെങ്കിലും Egypt? പഴയ കാര്യങ്ങൾ നാം ഇന്നും അവിടെ തന്നെ നിർത്തിവെച്ചിട്ടുണ്ടോ? Is there any old things which is still there in the land of എന്തെങ്കിലും Egypt? കാര്യങ്ങൾ ഇന്നും ഹൃദയത്തിൽ മറിഞ്ഞു കിടപ്പുണ്ടോ? Is there anything that is still hidden in our നമ്മളെ hearts? കൊണ്ട് വിട്ട് കഴുകുവാൻ കഴിയാത്ത എന്തെങ്കിലും സ്വഭാവങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? Is there any desire, any lust, any nature that we are not able to let go? മോശ പറയുന്നത്, Moses ഒരു says, കുളമ്പ് പോലും ശേഷിച്ചുകൂടാ. not a hoof shall remain back. മുഴുവനുമായി ദൈവത്തെ സേവിക്കുവാനുള്ളതാണ്. Everybody should serve the Lord. ഞങ്ങൾക്കുള്ള സകലവും We and everything that we have. ഈ ദേശത്ത് വിട്ടിട്ട് പോകുവാനല്ല കർത്താവ് പറയുന്നത്. Not a single thing should be left in this ഞങ്ങൾ land. മുഴുവനുമായിട്ട് ഇറങ്ങിത്തിരിക്കണം. But we will go പ്രിയമുള്ളവരെ, completely. കർത്താവ് നമ്മളെ സേവിക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുമ്പോൾ God, when He had called us to serve the Lord, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. completely we have to surrender. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. Completely ഒരു surrender. പാർഷ്യൽ സമർപ്പണമല്ല, Not a partial ഒരു surrender. പാർഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ല, Not a partial commitment. മുഴുവനുമായിട്ട് വിട്ടുകൊടുക്കുക. But completely നമ്മുടെ surrender. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കുക, Our desires should be നമ്മുടെ submitted. മോഹങ്ങളെ വിട്ടുകൊടുക്കുക, And our thoughts should നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കുക, our thoughts should be submitted. നമ്മുടെ ജീവിതത്തെ ആരോഗ്യത്തെ വിട്ടുകൊടുക്കുക, Our health should be നമ്മുടെ submitted. സമയത്തെ കർത്താവിന് വേണ്ടി Our വിട്ടുകൊടുക്കുക, time should be നമ്മുടെ submitted. കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി Our വിട്ടുകൊടുക്കുക, children should be നമ്മുടെ submitted. കുടുംബത്തെ കർത്താവിന് വേണ്ടി Our വിട്ടുകൊടുക്കുക, family should be നമ്മുടെ submitted. നമ്മുടെ സമ്പത്തിനെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക, And our wealth should be നമ്മുടെ submitted. ജോലിയെ കർത്താവിന് വേണ്ടി Our വിട്ടുകൊടുക്കുക. work should be ഒരു submitted. കൊള്ളമ്പ് പോലും ശേഷിക്കുവാൻ Without പാടില്ല. a hoop being left behind. ഒരു കൊള്ളമ്പ് പോലും ശേഷിക്കാതെ കർത്താവിനെ സേവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Without a hoof being left behind, God has called us to serve Him. എന്തിനു വേണ്ടിയാണ് മിസ്രൈമിന്റെ അധികാരത്തിൽ ദൈവം നമ്മളെ വിടുവിക്കുന്നത്? Why is God saving us from the dominion of people of Egypt? ദൈവത്തെ സേവിക്കുവാൻ. To serve the Lord. അതെങ്ങനെയാണ് സേവിക്കേണ്ടത്? Should be served. എനിക്കുള്ള സകലം കൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കണം. With me and whatever I have, I should praise the Lord and serve Him. കർത്താവേ, നമ്മൾക്കതിനു വേണ്ടി കഴിയുന്നുണ്ട്. Are we able to do that? രാത്രികാല ആത്മാർത്ഥമായിട്ട് ശോധന ചെയ്യാം. Tonight,
tonight, let us introspect, എന്റെ let us ജീവിതം examine. എനിക്ക് പൂർണ്ണമായിട്ട് കമ്മിറ്റ് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? Am I able to commit my life എന്റെ ജീവിതത്തിലുള്ള completely? സകലവും കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? Everything that I have in my life, am I able to give it to അതോ the ഇന്നും Lord? പലതിലും വേറെ എന്തിലും എൻഗേജ്ഡ് ആയിരിക്കുകയാണ്? Or am I engaged in many other ഒരു things കുളമ്പ് പോലും ശേഷിച്ചു without a oof being left ഇവിടെ behind? നോക്കിയാണെങ്കിൽ ഇവിടെ നോക്കിയാണെങ്കിൽ 10-ാം അധ്യായം കൂടെ ചേർത്തിട്ട് ഫറവോനോട് 6 പ്രാവശ്യം ദൈവം പറഞ്ഞു, Including this chapter 10, 6 times Lord is saying to Pharaoh, എന്റെ ജനത്തെ വിട്ടയക്ക്, let my people go. അവരെന്നെ സേവിക്കുവാനുള്ളവരാണ്. They are the ones to serve me. ഫറവോനോട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു, Repeatedly, this is what Pharaoh has been ദൈവം saying. റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. God is repeatedly telling ഫറവോൻ Pharaoh, കേട്ടില്ല. but he did not listen. ഭാഗ്യം കുറച്ചു പോയിക്കൊള്ളട്ടെ, Little you can go, അല്ലെങ്കിൽ ഇങ്ങനെ വിധത്തിൽ ചെയ്തോ, or do it this way. അതിനൊക്കെയും എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Many different excuses. കാരണങ്ങൾ He was കണ്ടെത്തിക്കൊണ്ടിരിക്കുക. trying to find reasons. ഇത്രമാത്രം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് And even after so seriously God telling ദൈവത്തിന്റെ him, ദാസനായ മോശ വളരെ വ്യക്തമായി സംസാരിച്ചു, and after Moses so clearly speaking to him, ഫറവോൻ കേട്ടില്ല. Pharaoh did not take heed. ദൈവജനത്തെ വിട്ടുകൊടുത്തില്ല. He did not let people go. നമുക്കറിയാം 10-ാം അധ്യായത്തിന് ശേഷം And we know after the 10th chapter, 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ when we come to the chapter 12, ഒരു വലിയ നിലവിളിയാണ് കേൾക്കുന്നത്. there is a big wailing over ഒരു there. വലിയ ശിക്ഷയാണ് അവിടെ There കാണുന്നത്. is a big punishment. എന്തുകൊണ്ടാണ് ഫറവോൻ ഇന്ന് നീ നിലവിളിക്കുന്നത്? Why is he crying today? എന്തുകൊണ്ടാണ് ഈ ശിക്ഷാവിധിയിലൂടെ കടന്നു Why പോകുന്നത്? he had to go through the judgment? ഫറവോൻ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. This is what Pharaoh tells us. നാളുകളായി കർത്താവിന്റെ ദൈവത്തിന്റെ ദാസനോട് പറഞ്ഞു, That the servant of the God has been telling us for ദൈവത്തിന് വേണ്ടി years, വിട്ടുകൊടുക്കുക, leave Joseph for the ദൈവത്തിന് Lord. വേണ്ടി വിട്ടുകൊടുക്കുക. Let the people go. ഞാനത് കേട്ടില്ല, I did not listen to that. ഞാനതനുസരിച്ചില്ല. I did not obey. അതുകൊണ്ടാണ് ഇന്ന് ഈ നിലവിളി എന്റെ And ജീവിതത്തിൽ that is why today this wailing is in my hand. ഫറവോന്റെ ജീവിതത്തിൽ ഈ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ And when repeatedly Pharaoh has അവിടെ been told പ്രത്യേകം this, എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. there is something which has been highlighted over 8-ാം there. അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാം. 8:15. Pharaoh saw that there was revealed. He hardened his heart and did not heed them. അവൻ ഹൃദയത്തെ കഠിനപ്പെടുത്തി അവരെ ശ്രദ്ധിച്ചതുമില്ല എന്നാണ് പറയുന്നത്. He hardened his heart and did not heed to them. 9-ാം അധ്യായം 12-ാം വാക്യത്തിലും ഇതന്നെ പറയുന്നുണ്ട്. 9:12 it says the same അവൻ thing. അവരെ ശ്രദ്ധിച്ചില്ല, He did not heed to അവൻ them, ഹൃദയത്തെ കഠിനപ്പെടുത്തി. and he hardened his heart. എന്താണ് അവനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്? What was the Spirit of the Lord speaking to him? എന്താണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്? What is the servant of the God ദൈവത്തിന് telling? വേണ്ടി വിട്ടുകൊടുക്കുക, Let go for the Lord. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. Let the people be പക്ഷെ completely ഇവിടെ ഒരു good. വ്യക്തിയുടെ ജീവിതം കാണുന്നത് But here this person ഹൃദയത്തെ which I see കഠിനപ്പെടുത്തി. is hardening his അവൻ heart. ശ്രദ്ധിച്ചില്ല, He is not taking heed. മോശയുടെ വാക്ക് He ശ്രദ്ധിച്ചില്ല, is not paying attention to അഹരോന്റെ വാക്ക് Moses. ശ്രദ്ധിച്ചില്ല. He is not looking അതുകൊണ്ട് forward. 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to verse ഒരു 12, നിലവിളി ഉയരുകയാണ്, there is a wailing of ഒരു നിലവിളി ഉയരുകയാണ്. there is a crying of ശിക്ഷാവധിയാണ് നമുക്ക് അവിടെ കാണുവാൻ a കഴിയുന്നത്. judgment we ഇത് can see വലിയൊരു there. പാഠമാണ് നമ്മളോട് സംസാരിക്കുന്നത്. It's a big lesson that talks to നാളുകളായിട്ട് us. കർത്താവ് നമ്മളെ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. For many years, for days, God has been talking to us ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ through the word of God and through servants of God. ആയിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. Repeatedly, God has been talking കർത്താവിന് to വേണ്ടി us ജീവിതം വിട്ടുകൊടുക്കുക, to leave our life to the നമ്മുടെ Lord. ജീവിതം പൂർണ്ണമായി കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, Submit our life completely to the ദൈവത്തെ Lord. പൂർണ്ണമായിട്ട് സേവിക്കുക, Serve the Lord completely. പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുതിരിയുക. Remove and come away from the sinful ദൈവം nature. റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ When God is നാം repeatedly അതിനെ telling us, കേൾക്കാതെ, we are not നാം listening. അതിനെ ശ്രദ്ധിക്കാതെ We are not നമ്മുടെ heeding ഹൃദയം that. കഠിനപ്പെടുത്തുകയാണെങ്കിൽ, We are hardening our heart. നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് And പോകുകയാണെങ്കിൽ, if we are procrastinating it tomorrow, നമുക്കറിയത്തില്ല tomorrow, ദൈവം എത്ര നാൾ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു we do കൊണ്ടിരിക്കുന്നത്. not know how long God will speak to us. എപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ മേൽ കടന്നു വരും We do not നമുക്കറിയത്തില്ല. know when the judgment of the God would come on us. ദൈവം ഫറവോനോട് മോശ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോഴും And when Moses repeatedly tells Pharaoh, ഫറവോൻ ചിന്തിച്ച് നാളെ ആകട്ടെ, Pharaoh is saying, let it അല്ലെ be കുറച്ചുകൂടെ tomorrow, കഴിയട്ടെ, maybe after some അടുത്ത് time, നിങ്ങൾക്ക് സംഭവിക്കാൻ നോക്കാം. or let's see what happens. ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ, Nothing happened. ഇതുവരെയും ഒന്നും എനിക്ക് പറ്റിയില്ലല്ലോ, Nothing happened to അതുകൊണ്ട് me. നാളെ ആകട്ടെ, Let it be നാളെ tomorrow, വിട്ടുകൊടുക്കാം. and we will do tomorrow. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മ വ്യക്തമായി In സംസാരിക്കുമ്പോൾ, our life, when the Spirit of the Lord is speaking clearly ദൈവത്തിന് to us, വേണ്ടി വിട്ടുകൊടുക്കുവാൻ നമ്മളോട് പറയുമ്പോൾ, when it says to let go for the board, പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ പറയുമ്പോൾ, commit and submit നമ്മൾ completely to the Lord. നാളെ എന്ന് പറഞ്ഞ് തീരുമാനം മാറ്റിക്കൊണ്ട് പോകരുത്. We should not delay saying tomorrow. നാം അതിനോട് ശ്രദ്ധ കൊടുക്കാതിരിക്കരുത്. We should not be taking heed away from നമ്മൾ it. അതിനോട് ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. We should not harden our heart, കാരണം അറിയത്തില്ല ദൈവത്തിന്റെ ന്യായവിധി എപ്പോൾ കടന്നു because വരും. we do not know when the judgment of the God will fall on us. ദൈവം എന്നും ഒരുപോലെ സംസാരിച്ചു കൊണ്ടിരിക്കത്തില്ല. God will not speak every day in the same tone. 6 പ്രാവശ്യം ഫറവോനോട് പറഞ്ഞു, 6 times God spoke to വളരെ Pharaoh. വ്യക്തമായി Very സംസാരിച്ചു. clearly spoke to ഫറവോൻ him. കേട്ടില്ല. But Pharaoh did not ഇവിടെ heed. നമ്മുടെ ജീവിതം
In our life, ഇതൊരു പാഠമായിട്ട് നമുക്ക് കാണുകയാണ്. this should be a lesson for us. നമുക്കറിയാം എന്ത് സംഭവിച്ചു. We know what happened. 12-ാം അധ്യായത്തിലേക്ക് കടന്നു When വന്നപ്പോൾ we come to chapter 12, മിസ്രയീമിന്റെ ആദിജാതമെല്ലാം മരിച്ചുപോയി. all the firstborn in Egypt was എല്ലാ dead. ഭവനങ്ങളിലും കൂട്ട നിലവിളി. In all the houses there was നമ്മുടെ wailing. ജീവിതത്തിലെല്ലാം സമാധാനവും നഷ്ടപ്പെട്ടു പോയി. All the peace was taken away. ഇങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനാണ് And so such things don't befall us. സ്നേഹത്തോടെ നമ്മളോട് പറയുന്നത്. And with love, God is telling us, ദൈവത്തെ സേവിക്കുക, serve the Lord. പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. Let us leave ourselves to the അവിടെ Lord. നോക്കിയാണെങ്കിൽ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ When we come to chapter 12, നമുക്കറിയാം സമയമില്ലാത്തതുകൊണ്ട് വാക്യങ്ങൾ വായിക്കുന്നില്ല. there's no time, so not ഒരു reading. കുഞ്ഞാട് the verse. അറക്കപ്പെട്ടു. We can see a ഒരു lamb. കുഞ്ഞാട് അറക്കപ്പെട്ടത് The lamb was slaughtered. അവിടെ നോക്കിയാണെങ്കിൽ മിസ്രയീമിന്റെ അധികാരത്തിൽ നിന്ന്, And to save from ആ the bondage of പാപദേശത്തിൽ people, നിന്ന് from the sinful land, അവരെല്ലാം പൂർണ്ണമായിട്ട് ഇറങ്ങി തിരിച്ചു. they all started out സ്വാതന്ത്ര്യത്തോടെ with freedom ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി to serve the Lord. അവരെല്ലാം ഇറങ്ങി തിരിച്ചു. They all started out. രക്തത്തിന്റെ അടയാളം അവർക്ക് മുദ്രയായതുകൊണ്ട് And because the seal of blood was a seal for them, പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് and from the bondage of sin, അവർക്ക് വിടുതൽ കിട്ടി. there was deliverance for അവർ them. കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് And that is what shows us നമ്മുടെ ജീവിതത്തിലും in our ഈ life, പാപത്തിന്റെ അധികാരം എപ്പോഴാണ് മാറിപ്പോയത്, when was the sin away from us? എപ്പോഴാണ് മിസ്രയീമിന്റെ അടിമത്തം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത്. And when this bondage go away from നമുക്ക് us? വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. For us, a lamb was നമ്മുടെ slaughtered. കർത്താവ് നമുക്ക് വേണ്ടി Our മരിച്ചു. Jesus died for ആ us. കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുകി തന്നു. And the blood of Jesus was flowed ആ for us. രക്തം നമുക്ക് അടയാളമായതുകൊണ്ട്, And because that is a sign ആ for us, രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടത് when കൊണ്ട് with that blood we have been saved, പാപത്തിന്റെ അധികാരത്തിൽ നിന്ന്, and from the bondage of sin, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് from the dominion of sin, ദൈവം നമ്മളെ വിടുവിക്കുവാൻ തൊക്കണമിടയായി. God has delivered us. എന്തിനു വേണ്ടിയാണ് വിടുവിച്ചത്? Why did He deliver us? ഒറ്റ ഉദ്ദേശം, Only one purpose, ഒറ്റ കാര്യം, only one thing, ദൈവത്തെ സേവിക്കുക, to serve the Lord, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുക, to minister unto the Lord, ദൈവിക കാര്യങ്ങൾ നോക്കി മുൻപോട്ട് പോകുക. to look into the godly things and work അവരുടെ accordingly. മരുഭൂമി യാത്രയിൽ ദൈവരോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യം, In the wilderness, only thing God wanted them, ദൈവത്തെ സേവിച്ച് മുൻപോട്ട് to പോകുക. serve the Lord and go ahead. ഇന്ന് നമ്മുടെ മരുഭൂമി യാത്രയിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം, Today in our wilderness, in this journey, what God wants us, ദൈവത്തെ സേവിച്ച് മുൻപോട്ട് പോകുക. serve the Lord and അതിനു go ahead. വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മളെ വേണ്ടി മരിച്ചത്. And that is why God died for us on the cross of Calvary. പ്രിയമുള്ളവർ, ഈ കാര്യം നമ്മൾ മറന്നു പോകും. Dear people, we should not forget this. ഞാനും എന്റെ കുടുംബവും As for me and my house, ഞങ്ങൾ യഹോവയെ സേവിക്കും. we shall serve ഈ ഒരു God. വാക്യം കാണുമ്പോൾ And when we see this നമുക്ക് ഈ verse, കാര്യങ്ങൾ ഓർമ്മ വരണം. we should remember ഒരു these കാലത്ത് things. ഞാൻ പാപത്തിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു. Once upon a time, I was also under പക്ഷെ the എന്റെ dominion of കർത്താവ് sin. എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് But my Jesus came for me. ആ കുഞ്ഞാട് എനിക്ക് വേണ്ടി ഇറക്കപ്പെട്ടത് കൊണ്ട് And because that lamb was slaughtered for ഞാൻ me, ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. I have come out to serve the Lord. എന്റെ അതുകൊണ്ട് ഇനി മുൻപോട്ടുള്ള എന്റെ ജീവിതത്തിൽ And because of that, in my life, ഒരു കോംപ്രമൈസും ഉണ്ടാകരുത്. there will be no compromise. ഒരു 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 പ്രള- ഒരു 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 ചേർന്ന് പോകും, ചേർച്ചല്ലാത്തയോട് ചേർന്ന് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. There will be no going along with unequal people. ദൈവത്തെ സേവിച്ചുകൊണ്ട് മാത്രം മുൻപോട്ട് പോകും. I will go only by serving the Lord. മാത്രമല്ല ഈ കാര്യങ്ങൾ പറയുമ്പോൾ Not only that, when they say ഈ about these യോശുവയുടെ things, പുസ്തകത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ when we come back to the book of Joshua, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ വിടുവിച്ചത്? why did God serve us? ദൈവത്തെ സേവിക്കുവാൻ. To serve Him. പക്ഷെ ദൈവത്തെ സേവിക്കുമ്പോൾ But when we serve the Lord, നാം എന്ത് ഓർത്താണ് ദൈവത്തെ സേവിക്കേണ്ടത്? how should we serve the നമ്മുടെ Lord? ജീവിതത്തിൽ നാം കരുതിക്കൊള്ളേണ്ട കാര്യം എന്താണ്? What are the things we should look into our life? യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ Let's come back to Joshua 24. അതിന്റെ 14-ാം വാക്യം തുടങ്ങുന്നത് Verse 14 starts. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. It begins saying, therefore, now therefore, ആകയാൽ യഹോവയെ തന്നെ, ആ വാക്യത്തിന്റെ അവസാനം വായിക്കുന്നത് യഹോവയെ തന്നെ സേവിക്കുകയും. now therefore fear the Lord, serve Him in sincerity and in truth. സോ അവിടെ പറയുന്ന കാര്യം ഇതാണ്, ആകയാൽ. Therefore, എന്തുകൊണ്ടാണ് ദൈവത്തെ സേവിക്കേണ്ടത്? why we should serve ചില Lord? കാരണങ്ങൾ അവിടെ പറയുന്നു. Some reasons have been അതിന്റെ mentioned. 24-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിട്ട് 23, 24 അധ്യായം വായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുക. Once you go home, I request you all to read Joshua chapter 23 and 24. 24-ാം അധ്യായം ആദ്യം തൊട്ട് തുടങ്ങുമ്പോൾ In 24, from the നിങ്ങൾ beginning, എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? why should you serve the നമ്മുടെ Lord? പേർപ്പസ് മനസ്സിലായി. We understood the നാം purpose. ദൈവത്തെ സേവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Our purpose is God has been called us to worship Him. ഇനി എന്തുകൊണ്ടാണ് ദൈവത്തെ സേവിക്കുന്നത്? Now, the reason for the worship. So അവിടെ അതിന്റെ 24-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ Verse 3, when we read, നമ്മൾ chapter 24, സമയമില്ലാത്തോടെ വാക്യം എടുത്ത് വായിക്കും, ഞാൻ പറഞ്ഞു പോവുകയാണ്. because there is no time, I will just go through it. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, But this is what we see. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. Abraham was chosen by you. അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് തിരിയുന്നത്. അബ്രഹാമിന്റെയും നാഹോരിന്റെ പിതാവായ തേരക് പണ്ട് നദിക്കക്കരെ പാർക്ക് അന്യദൈവങ്ങളെ സേവിച്ചു. പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് അബ്രഹാം എന്നൊരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു. It talks about giving a prelude of Abraham, saying that Abraham was chosen from amongst the people. എന്തുകൊണ്ട് നാം ദൈവത്തെ സേവിക്കും? Why we should serve God. ഒന്ന്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത്. One, remembering the choice of God. പണ്ട് ആരായിരുന്നു?
Who were we before? വേണ്ടാത്ത ദൈവങ്ങളുടെ പുറകെ പോയി We had gone behind pagan അന്യ gods, ദൈവങ്ങളെ സേവിച്ച് serving the idols, പാപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. living in sin. അതിന്റെ നടുവിൽ നിന്ന് From amongst them, ദൈവം തെരഞ്ഞെടുക്കുന്നു. God has chosen us. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്നു. God has chosen പ്രിയമുള്ളവരെ, Abraham. നമ്മുടെ ജീവിതത്തിലും ഓർക്കേണ്ടത് In our life also we should നമ്മുടെ ജീവിതത്തിൽ remember. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. There was a choice of God which എന്തുകൊണ്ട് came നാം upon ദൈവത്തെ us. സേവിക്കണം? Why should we serve പണ്ട് God? ദൈവത്തെ അറിയാതെ We were unknown of God പാപത്തിന്റെ അധികാരത്തിൽ and the dominion of sin, ലോകത്തിന്റേതായ മോഹങ്ങളെ സേവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ and we were serving the lust of the world. നമ്മൾ തേടിപ്പോയതല്ല, We did not go behind it, ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുവാൻ but He came in sought നാം of എന്തുകൊണ്ട് us. ദൈവത്തെ സേവിക്കണം? Why should we serve ഈ God? ലോകത്തിൽ അനേകമായിരങ്ങളുടെ നടുവിൽ Because amongst thousands of നമുക്ക് people, മാത്രം ഈ തെരഞ്ഞെടുപ്പ് ലഭിച്ചത് കൊണ്ട്, only we have been chosen. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട്, Because God chose us. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. Because God chose us. രണ്ടുകൊണ്ട് നാം എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? Second, why should we serve the രണ്ട്, Lord? ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. Because God loves us. അവിടെ നോക്കിയാണെങ്കിൽ താഴോട്ട് വായിക്കുമ്പോൾ Again, when we read down, അവിടെ പറയുന്നുണ്ട് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. it talks about Abraham, Isaac, and Jacob. യാക്കോബിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, And when it comes to Jacob, ഏശാവിന് ഞാൻ സേർ പർവ്വതം കൊടുത്തു. it says, I've given Seir to Esau. അവിടെ നാലാം വാക്യത്തിൽ കാണുന്നുണ്ട്, Verse 4, ഞാൻ ഏശാവിന് സേർ പർവ്വതം കൊടുത്തു, I have given mountains പക്ഷെ of അതിന്റെ Seir, നടുവിൽ നിന്ന് but from ഞാൻ amongst them, യാക്കോബിനെ സ്നേഹിച്ചു. I have loved Jacob. ഏശാവിനെ തള്ളിക്കളഞ്ഞിട്ട് I have ഞാൻ forsaken Esau, യാക്കോബിനെ സ്നേഹിച്ചു. and I have loved Jacob. പ്രിയമുള്ള രണ്ടാമത്തെ കാര്യം, Second നാം thing, എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? why should we serve God? ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്. Because God loved us. ദൈവത്തിന് അനേകം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. God had many choices. അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഏശാവ് ഉണ്ടായിരുന്നു, യാക്കോബും ഉണ്ടായിരുന്നു. There was an option of Esau and Jacob. ദൈവത്തിന് ആരെ വേണമെങ്കിലും God തെരഞ്ഞെടുക്കാമായിരുന്നു. could have chosen പക്ഷെ either of അതിന്റെ them. നടുവിൽ നിന്ന് But from amongst ദൈവം them, ചൂസ് ചെയ്തത് God chose യാക്കോബിനെ സ്നേഹിച്ചു. Jacob. ദൈവം യാക്കോബിനെ സ്നേഹിച്ചു. God loved ഇന്നും Jacob. ഈ ലോകത്തിൽ ദൈവത്തിന് അനേകം ഓപ്ഷൻ ഉണ്ടായിരുന്നു. Even today, we have a lot of options for the Lord. ദൈവത്തിന് നമ്മളെക്കാൾ യോഗ്യന്മാരുണ്ടായിരുന്നു, There were a lot of people more worthy and deserving. നമ്മളെക്കാൾ ജ്ഞാനികളുണ്ടായിരുന്നു, People who are more knowledgeable. നമ്മളെക്കാൾ ശക്തന്മാരുണ്ടായിരുന്നു, People who are mightier than us. നമ്മളെക്കാൾ കഴിവുള്ളവർ ഈ ലോകത്തുണ്ടായിരുന്നു. People who are more talented പക്ഷെ than അതിന്റെ us. നടുവില് But from midst of ദൈവം them, നമ്മളെ തെരഞ്ഞെടുത്തത്, God has chosen ദൈവം us നമ്മളെ സ്നേഹിച്ചത് because കൊണ്ടാണ്. our God loves us. മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞ്, He has forsaken us. അനേകമായിരങ്ങളെ തള്ളിക്കളഞ്ഞ് Many thousands were ദൈവം forsaken. എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തത്, God has chosen me and ദൈവം you. നമ്മളെ സ്നേഹിച്ചത് Because കൊണ്ടാണ്. God നാം loves us. എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? Why should we ഒന്ന്, serve Him? ദൈവം നമ്മളെ One, തെരഞ്ഞെടുത്തു. because He chose us. രണ്ട്, ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്. Second, because He loves us. മൂന്നാമത്തെ കാര്യം, നാം എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? Third thing, why should we serve Him? ദൈവം നമ്മളെ വിടുവിച്ചത് കൊണ്ട്. Because He delivered us. വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ, When we read down verse 6, അങ്ങനെ അവരെ മിസ്രയീം ദേശം ദൈവം വിടുവിച്ചു. and that is how God delivered them from the land of Egypt. അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ And then I brought your മിസ്രയീം fathers ദേശത്ത് out പുറപ്പെടുവിച്ചു. of Egypt. അവിടെ നോക്കിയാണ് ദൈവം പറയുകയാണ്, The God says എന്തുകൊണ്ട് നാം ദൈവത്തെ സേവിക്കണം? why we should serve ദൈവം God. വിടുവിച്ചത് ഓർത്തുകൊണ്ട്. Because remembering the deliverance of എവിടെ നിന്ന് God. വിടുവിച്ചു? From where has He delivered മിസ്രയീമിന്റെ us? ദേശത്ത് നിന്ന് വിടുവിച്ചത് From the കൊണ്ട്. land of Egypt. എങ്ങനെയാണ് വിടുവിച്ചത്? How did He deliver അവരുടെ us? സ്വന്തം ശക്തി കൊണ്ടല്ല, Not with their might, അവരുടെ സ്വന്തം ഭുജം കൊണ്ടല്ല, not with their arms, ദൈവത്തിന്റെ ഭുജം but with God's hand. അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. It came down for them. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി God വന്നു. came down for them. ദൈവം അവരെ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു. And God delivered them from the land ദൈവം of Egypt. അവർക്ക് വേണ്ടി അവരോട് കൂടെ നിന്ന് യുദ്ധം And ചെയ്തു. God stood along with them. ദൈവം അവരെ മുൻപിൽ നിന്ന് നടത്തുവാൻ തൊക്കൊണ്ടമിടയാ. And God was leading them from the front. നാം എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? Why should we serve the മൂന്നാമത്തെ Lord? കാര്യം, Third thing, ദൈവം നമ്മളെ വിടുവിച്ചത് because കൊണ്ട്. God delivered us. ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചത് God കൊണ്ട്. delivered us from sin. നമ്മൾ പാപത്തിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു. We were under the നമ്മളെ dominion of sin. രക്ഷിക്കുവാൻ There was ആരുമില്ലായിരുന്നു. no one to save us. ഫറവോൻ നമ്മളോട് പറഞ്ഞു, ഞാൻ നിന്നെ വിടത്തില്ല God എന്നായിരുന്നു. said He will not leave us. സാത്താൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇവനെ വിട്ടുതരത്തില്ല. Satan said, I will never leave സാത്താൻ him. പറഞ്ഞു, ഇവൻ എനിക്കുള്ളവനാണ്, Satan said, He is അവൻ mine. തന്നെയാണ് നിൽക്കേണ്ടത്. He should stay പക്ഷെ here. അതിന്റെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് In the midst of that, God നമ്മളെ came down മിസ്രയീം for us. ദേശത്ത് നിന്ന് വിടുവിക്കുവാനിടയായി തീർന്നു. We have been delivered from the land of Egypt. നമ്മളെ വിടുവിച്ചത് കൊണ്ട് And because God നാം delivered us, ഈ ദേശം ഇങ്ങനെയായിരിക്കുന്നു. today we are in the situation. എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? Why should we serve ദൈവം God? നമ്മളെ വിടുവിച്ചത്. Because God delivered us. ദൈവം നമ്മളെ വിടുവിച്ചത് കൊണ്ട്. And because God delivered ഒന്ന്, us. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. So one, God chose us. ദൈവം നമ്മളെ സ്നേഹിച്ചു. He loved us. മൂന്ന്, ദൈവം നമ്മളെ വിടുവിച്ചു. And third, He delivered us. ഓർക്കേണ്ട കാര്യം, We should ഇതൊന്നും remember ചെയ്യുവാൻ വേറെ ആരുമില്ലായിരുന്നു. there was no one else to do this. തെരഞ്ഞെടുക്കുവാൻ വേറെ There was ആരുമില്ലായിരുന്നു. no one else to നമ്മളെ do this. സ്നേഹിക്കുവാൻ വേറെ No one ആരുമില്ലായിരുന്നു. else to love us. നമ്മളെ വിടുവിക്കുവാൻ വേറെ No one ആരുമില്ലായിരുന്നു. else to deliver us. കർത്താവ് ഇറങ്ങി വന്നത് കൊണ്ട് മാത്രമാണ് But because our Lord came down, കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ these things would
happen in our life? നാലാമത്തെ കാര്യം, Fourth, നാം എന്തുകൊണ്ട് ദൈവത്തെ why should we serve God? ദൈവം ഇതുവരെ നമ്മളെ കൊണ്ടുവന്നത് കൊണ്ട്. Because He has thus far led us. അതിന്റെ 8-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ 8 down, അവർ പറയുകയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം. there it mentions what happened in their life. അവരുടെ ജീവിതത്തിൽ അമാലേക്കൽ കടന്നു വന്നു, Amalekites came in അവരുടെ their ജീവിതത്തിൽ life. അമോര്യർ കടന്നു വന്നു, Amorites came in അവരുടെ their life. ജീവിതത്തിൽ മോവാബ്യർ കടന്നു വന്നു, Moabites came in their അവരെ life. ശപിക്കുവാൻ ബിലെയാം കടന്നു വന്നു. Balaam came to curse them, ഇതിനൊന്നും ദൈവം അവരെ വിട്ടുകൊടുത്തില്ല. but God didn't leave them for any ദൈവത്തിന് of വേണ്ടി this. വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ The ജനത്തെ people who were delivered by the God, ദൈവം നടത്തുവാൻ കൊണമടിയായി. God was leading them ദൈവം അവരുടെ മുൻപിൽ പകൽ മേഘസ്തംഭമായ രാത്രി അഗ്നിത്തൂണായി. like a pillar of cloud, a pillar of fire in the night. ദൈവം അവരോട് കൂടെ അവരെ നയിച്ചു കൊണ്ടുപോയി. God was with them and He was leading അവർക്ക് them. വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, And whatever they required, അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും, in their wilderness, whatever they അവർക്ക് required, വേണ്ടിയുള്ള ഭക്ഷണ കാര്യങ്ങൾ, the food they അവർക്ക് needed, വേണ്ടിയുള്ള വെള്ളത്തിന്റെ the കാര്യങ്ങൾ, water they അവർക്ക് needed, വേണ്ടിയുള്ള പാർപ്പിടത്തിന്റെ കാര്യങ്ങൾ, and where they want to stay, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. God provided. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. God fought for them. ഈ ദൈവം അവരെ നടത്തിയത് കൊണ്ട്. And this God, He led them. നമ്മുടെ ജീവിതത്തിലും In our life, also, ഇതുവരെയും വന്നത് till now, what we നമ്മുടെ have കഴിവ് come, കൊണ്ടല്ല, not because of us, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, not because of our might, കൃപ ഒന്ന് മാത്രം. but all grace and ദൈവം grace നമ്മളോട് alone. കൂടെ ഇരുന്നത് ഒന്ന് മാത്രം. Only because God നമ്മുടെ was with ജീവിതത്തിൽ us. നമ്മളെ നശിപ്പിച്ച് കളയുവാൻ And in our life, many things to പലപ്പോഴും destroy അമാലേക്കർ us. ട്രൈ ചെയ്തതാണ്. Many a times Amalekites പലപ്പോഴും tried. ബിലെയാം നമ്മളെ ശപിക്കുവാൻ നോക്കിയതാണ്. Balaam came to curse us. പലപ്പോഴും മോവാബ്യർ നമ്മുടെ മേൽ യുദ്ധത്തിന് കടന്നു വന്നതാണ്. Many a times Moabites came നമ്മളെ against വീഴ്ത്തി us. കളയുവാൻ പിശാച് പല തന്ത്രങ്ങളും നോക്കിയതാണ്. And Satan tried many strategies to ഗോതമ്പ് fell പോലെ us. പാറ്റിക്കളയേണ്ടത് പലപ്പോഴും അനുവാദം ചോദിച്ചതാണ്. And to run away like a wheat, he tried many a time. പക്ഷേ കർത്താവ് നമുക്ക് ഷീൽഡായി നമ്മോട് കൂടെ നിന്നു. But our God was a shield in front of us. കർത്താവ് നമുക്ക് മുൻപിൽ നമുക്ക് പരിചയമായി നമ്മളോട് കൂടെ നിന്നു. And He was like a shield in front of നമ്മുടെ us. മരുഭൂമി യാത്ര ഇതുവരെ നമുക്ക് ഭക്ഷണത്തിന് ഒരു കുറവും In വന്നിട്ടില്ല. our wilderness till today, there was no dearth of any food. നമുക്കൊന്നിന്റെയും ഒരു കുറവ് ഇതുവരെയും നാം There അനുഭവിച്ചിട്ടില്ല. was no lack of anything in our life. നമുക്ക് ജോലിയെ തന്നു, He gave us നമുക്ക് work. ആരോഗ്യം തന്നു, He gave us health. നമുക്ക് കുടുംബം തന്നു. He gave us family. ഒന്നിനും ഒരു മുട്ടില്ലാതെയും ഇത്രത്തോളം നടത്തി. Without any lack, He has still now led us. ഒക്കെ നമുക്കുണ്ടായത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവം കൂടെയുള്ളത് കൊണ്ട് We മാത്രം. received all this not because of our might or not because of any of our talents, but only because of His grace. നാം എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? Why we should serve ഈ God. നിമിഷം വരെയും അത്ഭുതകരമായി ഈശ്വരമായി നമ്മളെ നടത്തിയത് Till കൊണ്ട് this moment, miraculously and wonderfully, He has led us. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. He has chosen us. ദൈവം നമ്മളെ സ്നേഹിച്ചു. He loved us. ദൈവം നമ്മളെ വിടുവിച്ചു. He has delivered us. ദൈവം ഇതുവരെ നമ്മളെ കൊണ്ടുപോയി. And thus far, He has bought us. അഞ്ചാമത്തെ കാര്യം, Fifth നാം thing, എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? why should we serve Him? നമുക്ക് വേണ്ടി ഒരു കനാൻ ദേശം, അവർക്ക് വേണ്ടി ഒരു കനാൻ ദേശം ദൈവം ഒരുക്കി. He prepared a land of Canaan for them. അവരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തിലേക്ക് അവരെ The കൊണ്ടുപോയി. promised land Canaan, and He took them there. അവർ പ്രയത്നിക്കാത്ത, The land which they did not അവർ labor, വെച്ചുണ്ടാക്കാത്ത which they did not കനാൻ make, ദേശത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോയി. God brought them to നാം the land. എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? Why should we serve Lord? നമ്മുടെ സ്വർഗീയ കനാനിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നത് കൊണ്ട്. God is leading us to the heavenly നമ്മുടെ Canaan, കൈകൾ കൊണ്ട് പണിയാത്ത, not the one that we made with our hands, നമ്മൾ വെച്ചുണ്ടാക്കാത്ത for which we did ഒരു not സ്വർഗീയ labor. ഭവനം കർത്താവ് നമുക്ക് വേണ്ടി The ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. heavenly home our God is preparing കർത്താവ് for നമ്മളെ us. ചേർക്കുവാൻ വേണ്ടി വേഗം വരാൻ He is പോകുകയാണ്. coming soon to take us along സ്വർഗീയ with Him. കനാൻ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. There's a heavenly Canaan being ready for us. കർത്താവ് സേവിക്കണം. And for that we should serve Him. കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. It's been promised for us. ആ വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. And to fulfill the promise, ഒരു He is faithful. സ്വർഗീയ കനാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു. The heavenly Canaan is ഈ prepared for us. വാഗ്ദത്തത്തിലേക്ക് ദൈവം നമ്മളെ And to നടത്തിക്കൊണ്ടിരിക്കുകയാണ്. this promise He's leading നാം us. എന്തുകൊണ്ട് ദൈവത്തെ Why സേവിക്കണം? should we serve the ഒന്ന് Lord? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. One, because He chosen ഒന്ന് us. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്. He loved us. ദൈവം നമ്മളെ വിടുവിച്ചത് കൊണ്ട്. He delivered us. ദൈവം ഇതുവരെ നമ്മളെ കൊണ്ടുവന്നത് കൊണ്ട്. Thus far He has bought us. ദൈവം നമ്മളെ വാഗ്ദത്തത്തിലേക്ക് സ്വർഗീയ കനാനിലേക്ക് And നടത്തുന്നത്. because He's leading us to the heavenly നാം promise, എന്തുകൊണ്ട് ദൈവത്തെ സേവിക്കണം? why should we serve God? ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു നിർത്തുവാൻ And ആഗ്രഹിക്കുന്നു. the last thing, ദൈവത്തെ സേവിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം. when we serve the Lord, we should remember one ദൈവത്തെ thing. സേവിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. It's a very good thing, and we like to serve God. നാം തീരുമാനമെടുക്കും ഞാൻ കർത്താവിനെ മാത്രം We സേവിക്കും. take a decision that we will serve only the Lord. ഇവരും ഇസ്രായേൽ മക്കളും ഈ ഒരു കാര്യം കേട്ടപ്പോൾ The people of Israel, when they heard this, അവരൊരു തീരുമാനമെടുത്തു. they took a decision. ഞങ്ങളും കർത്താവിനെ സേവിക്കും. We will serve God. ഞങ്ങളും കർത്താവിനെ മാത്രം സേവിക്കും. We will serve only the God. താഴോട്ട് വായിക്കുമ്പോൾ But then when we read down, അതിന്റെ 18-ാം വാക്യം, verse 18, ദേശത്ത് പാർത്തൽ നാം മുൻപിൽ നിന്ന് നീക്കി കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും.
അവനല്ലോ ഞങ്ങളുടെ ദൈവം. ഇസ്രായേൽ മക്കൾ പറയുന്ന ഉത്തരം ഈ കാര്യങ്ങളൊക്കെയും കേട്ടപ്പോൾ When they heard all these things, അവർക്ക് ഭയങ്കര ഉത്സാഹം വന്നു. there was a big joy in them, അവർക്ക് ഭയങ്കര ഒരു തീരുമാനമെടുത്തു, and they took a ഞങ്ങൾ decision. യഹോവയെ സേവിക്കും. We will serve God. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുക്കും, Many times we also take a യഹോവയെ decision. സേവിക്കുമെന്ന്. We will serve God. ഏറ്റവും നല്ല തീരുമാനം, A very good decision. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട A തീരുമാനം, very blessed നമ്മുടെ decision. ജീവിതത്തിൽ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള A തീരുമാനമാണ് very important and നാം valuable കർത്താവെ decision സേവിക്കുക എന്നുള്ളത്. that we serve പക്ഷെ the Lord. അതോടൊപ്പം ഒരു കാര്യം ഓർക്കണം, But one more thing we should അടുത്ത remember. Next verse. അവൻ തീർച്ചയായും ദൈവം. അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയില്ല. അവരോട് പറഞ്ഞപ്പോൾ ഈ ഒരു യോശുവ ഉടനെ തിരിച്ചു പറയുന്നത്, The reply of Joshua. നിങ്ങളുടെ തീരുമാനം നല്ലതാ, Your decision is നിങ്ങൾ good. എടുത്തിരിക്കുന്ന ഈ ഉറപ്പ് നല്ലതാ, This is a good പക്ഷെ നിങ്ങൾ decision. ആരെയാ സേവിക്കുന്ന ഒരു ഉത്തമ ബോധ്യം വേണം. But you should know who you are ഇവിടെ പറയുന്ന serving. ഒരു കാര്യം ഇതാണ്, It says നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുകയില്ല. you will not be able to serve കാരണം the Lord. എന്താണ്? Why? അവൻ അതിപരിശുദ്ധനായ He is ദൈവമാണ്, a holy God. അവൻ തീഷ്ണതയുള്ള He is ദൈവമാണ്. a jealous God. നിങ്ങളുടെ ജീവിതത്തിൽ And in your life, എന്തെങ്കിലും അതിക്രമങ്ങളും if there are any transgressions, പാപങ്ങളും പിന്നെയും കടന്നു if any വരികയാണെങ്കിൽ sins come, അവൻ അത് He will ക്ഷമിക്കുകയില്ല. not forgive നാം you. ആരെയാണ് സേവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, So we should remember who കർത്താവെ we are serving. സേവിക്കുക എന്നുള്ള കാര്യം നല്ല കാര്യമാണ്, To serve is പക്ഷെ good. ഓർക്കേണ്ട കാര്യം But we should നാം remember ആരെയാണ് സേവിക്കുന്നത്, who are we നാം serving, ആരെയാണ് സെർവ് ചെയ്യുന്നത്, who are we നാം serving, ആരുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. who are we അവൻ ministering to. അതിപരിശുദ്ധനായ He is the ദൈവമാണ്, holy അവൻ God. അതിവിശുദ്ധനായ ദൈവമാണ്, He is a holy അവൻ God. തീഷ്ണതയുള്ള He is ദൈവമാണ്. a God who is jealous. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, And we should be ഈ very careful ദൈവത്തെ in our life. സേവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ When we take a decision to ഒരു serve this അതിക്രമവും Lord, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്, no transgressions ഒരു should come in our പാപവും life. നമ്മുടെ ജീവിതത്തിൽ കടന്നു No വരരുത്. sin should come in അതാ our life. കടന്നു വന്നാൽ And if it comes, അതിൽ തന്നെ നാം ജീവിച്ച് മുൻപോട്ട് we പോകരുത്. should not leave നാം in it. കർത്താവിനോട് അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. We should submit and we should ask forgiveness from the പറയുകയാണ്, Lord. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാവങ്ങളെയും നിങ്ങളോട് He ക്ഷമിക്കുകയും. said he will not forgive your transgressions and sin. പ്രിയമുള്ളവരെ, നമ്മൾ സേവിക്കുന്ന ദൈവം The Lord whom അവൻ we serve, അതിപരിശുദ്ധനായ he is a ദൈവമാണ്. holy God. യാതൊരു അശുദ്ധിയും അടുത്ത് കടന്നു വരാതെ വണ്ണം There is no unholy thing in him. അതിപരിശുദ്ധനായ ദൈവമാണ്. He is a very mighty ഒരു holy കാര്യം God. പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം അത്. And then it says what you should do. അതിന്റെ 20-ാം വാക്യം. Verse 20. പോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. അതിന്റെ 21, 22. ജനം യോശുവയോട് "ഇതാ ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. യോശുവ ജനത്തോട് യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ. 23-ാം വാക്യം. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ, When you determine and take decision to serve the Lord, ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി when തീരുമാനമെടുക്കുമ്പോൾ you take decision to minister to Lord, വാണിംഗ് പറയുകയാണ്, there is a warning over അവൻ here. പരിശുദ്ധനായ ദൈവം, He is a holy God. അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. He is a jealous God. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. Then they said, no, we will still പക്ഷെ serve the അവരോട് Lord. പറയുന്ന കാര്യം ഇതാണ്, But this is what നിങ്ങളുടെ Joshua തീരുമാനം says. നല്ലതാണ്, Your decision അങ്ങനെയെങ്കിൽ is ഒരു good. കാര്യം ചെയ്യുക, Then do one thing. നിങ്ങളുടെ ഇടയിൽ നിന്ന് From amongst you, അശുദ്ധമായതിനെല്ലാം നീക്കിക്കളയും, take away all the unholy things. വേണ്ടാത്തതിനെല്ലാം നീക്കിക്കളയും, Take away all the unwanted things. അന്യമായിരിക്കുന്ന ദൈവങ്ങളെല്ലാം Take നീക്കിക്കളയും, everything that is ഈ not yours. ദൈവത്തിന് ചേർച്ചയല്ലാത്തവെല്ലാം നീക്കിക്കളയും. Whatever doesn't go along with our എന്നിട്ട് God. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ചായ്ക്കുക, And then incline your heart to നിങ്ങളുടെ ഹൃദയം God. ദൈവത്തോട് കൊടുക്കുക, Give your hearts to നിങ്ങളുടെ God. ഹൃദയം ദൈവത്തിലേക്ക് പകരപ്പെട്ടു. Bring your heart and pour it to നമ്മുടെ the Lord. തീരുമാനം നല്ലതാണ്, Your decision is good. ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി എടുക്കുന്ന തീരുമാനം നല്ലതാണ്. A decision to serve God is very good. ആരെയാണ് സേവിക്കുക എന്നുള്ള ഉത്തമ ബോധ്യം വേണം. But we should remember അവൻ who we are serving. He is a പരിശുദ്ധനായ, holy God. അവൻ പരിശുദ്ധനായ, He is a holy God. യാതൊരു അശുദ്ധിയും അവന്റെ മുൻപാകെ There നിൽക്കുക. is no malice in him. അതുകൊണ്ട് നമ്മൾ എപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു So വരും, whenever we come to the presence of God, വളരെ ഭയത്തോടെ ഭക്തിയോടെ നാം with great fear we should be there. അവിടെ പറയുകയാണ്, And it says, വിശുദ്ധികളെല്ലാം നീക്കിക്കളയും, remove all your unwanted, എല്ലാം വേണ്ടാത്തതെല്ലാം നീക്കിക്കളയും, all the unwanted things, നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് ചായ്ക്കുക. and let your heart be ഈ രാത്രി inclined കാലം to ഹൃദയം God. ദൈവത്തിലേക്ക് ചായ്ക്കുക. Tonight to incline our heart, ഈ ജീവിതത്തിൽ അശുദ്ധികളെല്ലാം നീക്കിക്കളഞ്ഞിട്ട് remove all the unholy things, ദൈവത്തിലേക്ക് ചായ്ക്കുക. and to incline our ഒരു heart to God. തീരുമാനമെടുക്കും, Let us take a decision. ഞാനും എന്റെ കുടുംബവും But as for me and ഞങ്ങളുടെ my യഹോവയെ household, സേവിക്കും. we will serve God. 14-ാം വാക്യത്തിന്റെ ഇങ്ങനെയാണ് വായിച്ചത്, And 14 we read, പരമാർത്ഥ ഹൃദയത്തോടും with a sincere life വിശ്വസതയോടും കൂടെ യഹോവയെ സേവിക്കും. and the truth we നാം should serve ദൈവത്തെ God. സേവിക്കേണ്ടത് We should serve God പരമാർത്ഥതയോടെ, with sincerity, വിശ്വസതയോടെ with ആയിരിക്കണം, truth, പൂർണ്ണ ഹൃദയത്തോടു കൂടെ with ആയിരിക്കണം. a full ഒരു heart, പാർഷ്യലായിട്ടൊന്നും വേണ്ട, nothing partial, അത് കള്ളമായിട്ടൊന്നും വേണ്ട, nothing false, കപടമായിട്ടൊന്നും വേണ്ട. nothing hypocrite. മനുഷ്യരെ കാണിക്കുവാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും Not show the people, ഹൃദയങ്ങളെ ശോധന ദൈവത്തിന് മുൻപാകെയാണ് നാം ആയിരിക്കും. but we are before a God who
examines our heart. ഞാനും എന്റെ കുടുംബവുമോ But as for me and my ഞങ്ങൾ household, സേവിക്കും. we will serve ഇത് God. ഇത് അതുകൊണ്ട് ഇനി ദിവസങ്ങളിൽ എപ്പോഴും ഈ വാക്യം ഓർക്കുമ്പോൾ So whenever we remember this ഈ verse, ഒരു കാര്യം ഓർക്കണം. we should remember നാം these things. ആരെയാണ് സേവിക്കുന്നത്? Whom are we നാം serving? എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്? Why have we നാം been called? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്? Why should we do these ഇപ്പോൾ things ഈ രാത്രി കാലം tonight? നമുക്ക് കടന്നു പോകുന്നതിന് മുമ്പ് Before we നമ്മുടെ go, കണ്ണുകളെ അടയ്ക്കാം. let us close our eyes. അല്പനേരം നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് മുൻപാകെ ശോധന ചെയ്യാം. Let us examine our life before the Lord. ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ദൈവം നമ്മളോട് When പറഞ്ഞിരിക്കുക. God says that we should serve the Lord, നമുക്ക് ദൈവം വേറൊരു ഓപ്ഷൻ പറഞ്ഞില്ല. there is no other choice. വേറൊരു ചോയ്സ് ദൈവം നമുക്ക് തന്നില്ല. No option has been given to ദൈവം us. ഇസ്രായേൽ മക്കൾക്ക് വേറെ ഒന്നും അവരോട് പറഞ്ഞില്ല. God did not ask Israel for anything else. ദൈവം അവരോട് പറഞ്ഞ ഒറ്റ കാര്യം, Only one thing is, എന്റെ ജനം, my people, എന്റെ ജനം my people, അവരെന്നെ സേവിക്കണം, let them go and അവരെന്നെ serve me. ആരാധിക്കണം, They should worship me. അവരെനിക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യണം, They should minister to അവരെന്റെ me. കാര്യങ്ങൾ നോക്കി മരുഭൂമിയിൽ ജീവിക്കണം. They should do my work and live in the wilderness. ദൈവം നമുക്ക് വേറൊരു ഓപ്ഷൻ തന്നിട്ടില്ല. God has not given us another choice. വേറൊന്നും കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളോട് He പറഞ്ഞിട്ടില്ല. has not told us to do anything else. ഈ ലോകത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും സെക്കൻഡറിയാണ്. Whatever else we do in this world is all secondary. പ്രൈമറി റെസ്പോൺസിബിലിറ്റി Our primary കർത്താവിനെ responsibility സേവിക്കുക is to എന്നുള്ളത്. serve നാം the Lord. എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ In our life, നമ്മൾ കർത്താവിനെ സേവിക്കുന്നു. how much do we serve the നമ്മൾ Lord? പൂർണ്ണ ഹൃദയത്തോടെ, With a complete heart, പരമാർത്ഥതയോടെ, with sincerity, വിശ്വസ്തയോടെ with truth. കർത്താവിനെ സേവിക്കുവാൻ കഴിയുന്നുണ്ടോ? Are we able to serve the നമ്മൾ Lord? പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ Are we കഴിയുന്നുണ്ടോ? able to give complete? നമ്മുടെ ജീവിതത്തിലുള്ള സകലത്തെയും വിട്ടുകൊടുക്കുവാൻ Are കഴിയുന്നുണ്ടോ? we able to give everything that we have in എന്തെങ്കിലും our പുറകോട്ട് life? പിടിച്ചു വെക്കുന്നുണ്ടോ? Are we holding back ഇന്ന് anything? നമ്മുടെ തീരുമാനങ്ങൾ നീട്ടിക്കൊണ്ടാണോ പോകുന്നത്? Are we procrastinating our നമ്മൾ decisions? നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടാണോ പോകുന്നത്? Are we delaying and saying tomorrow? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെയാണോ പോകുന്നത്? Or many times are we not giving? പലപ്പോഴും ഹൃദയങ്ങളെ കഠിനമാക്കിയാണോ ചെയ്യുന്നത്? Are we hardening our hearts? ആത്മാർത്ഥമായി ഒന്ന് ശോധന ചെയ്യുന്നു. Let us sincerely കർത്താവേ, എന്നെ തന്നെ സമർപ്പിക്കുന്നു. Oh Lord, I submit അങ്ങേ myself. സേവിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. To serve you, I submit. അതിപരിശുദ്ധനായ You ദൈവമാണ്, are a holy God. അതിപരിശുദ്ധനായ You ദൈവമാണ്. are a holy God. കർത്താവേ, അങ്ങ് തീഷ്ണതയുള്ള ദൈവമാണ്. Jealous God. അങ്ങേ സേവിക്കുവാനാണ് ഞാൻ ആയിരിക്കുന്നത്. I am here to serve you. കർത്താവേ, എന്റെ ജീവിതത്തിലെ അശുദ്ധികളെല്ലാം നീക്കണമേ. God, remove all the unholiness. കർത്താവേ, എന്റെ ജീവിതത്തിലെ പാവങ്ങളെല്ലാം Oh നീക്കണമേ. Lord, remove all the sins. from my കർത്താവേ, വിശുദ്ധിയോടെ അങ്ങ് സേവിക്കുവാൻ എന്നെ Lord, സഹായിക്കണമേ. enable me to serve you with holiness. കർത്താവേ, ദൈവത്തിന് ചേർച്ചയില്ലാത്ത എല്ലാ അന്യദൈവങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. Oh, anything that doesn't go with my Lord, oh Lord, everything be taken away from my life. കർത്താവേ, അങ്ങയല്ലാതെ വേറെ ദൈവമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ. Anything else that is for not you, oh Lord, any other gods in my life, let everything be taken away from my കർത്താവേ, life. പലപ്പോഴും ഇന്ന് ഞാൻ എന്നെ തന്നെയാണ് സേവിക്കുന്നത്. Many a times I've been serving myself. എന്റെ കാര്യങ്ങൾ നോക്കിയാണ് മുൻപോട്ട് I'm പോകുന്നത്. looking only after my interest. എന്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത്. I'm giving priority to my own എന്റെ things. കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. I'm giving priority to my എനിക്ക് family. സൗകര്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. And I do everything based on my convenience. കർത്താവേ, ഈ രാത്രികാലം സമർപ്പിക്കുന്നപ്പാ, Oh Lord, I submit my life. അങ്ങേ സേവിക്കുവാൻ വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നപ്പാ. To serve you, I submit ഒരു my കുളമ്പ് life. പോലും ശേഷിക്കാൻ, And not a hoof be left കർത്താവേ, behind. ഒന്നിനു പോലും പുറകോട്ട് വിട്ടുകളയാതെ, Without anything being left behind. കർത്താവേ, തീരുമാനങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാതെ Not to delay the decisions for tomorrow. കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി Lord, to serve you. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. I submit myself രാത്രികാലം completely. യോശുവോട് ചേർന്ന് Tonight, along with നമുക്ക് Joshua, ചേർന്ന് പറയാം, let us also say, ഞാനും എന്റെ കുടുംബവും but as for me and my house, ഞങ്ങളുടെ യഹോവയെ സേവിക്കും. we shall serve അടുത്ത God. തലമുറയോട് പറയുവാനുള്ള സന്ദേശം This is ഇതായിരിക്കണം. the message we have for the next generation. നമുക്ക് അടുത്തുള്ളവരോട് പറയുവാനുള്ള സന്ദേശം This is what ഇതായിരിക്കണം. we have to give message to. ഒരു പ്ലാനിങ്ങും അവർക്ക് കൊടുക്കണ്ട. Don't give any planning to them. വേറെ കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി കരുതി വെക്കണ്ട. We don't need to do anything else for them. യേശുവിന്റെ ജീവിത അവസാനത്തിൽ യേശുവയ്ക്ക് പറയുവാനുള്ളത്, At the end of his life, this is what Joshua want to say. യഹോവയെ മാത്രം സേവിക്കും. Serve only the ഈ Lord. രാത്രികാലം ആ തീരുമാനത്തിൽ Tonight with this life, എല്ലാവർക്കും മടങ്ങിപ്പോ. let us all go എന്റെ back. ജീവിതത്തിൽ My life, എന്റെ ജീവിതത്തിൽ my life, കർത്താവ് എനിക്ക് എത്ര ആയുസ് തരുന്നു, how much of a life you എന്നെ give me, മുൻപോട്ട് എനിക്ക് എത്ര ദിവസം ശേഷിക്കുന്നു, how many days are left of ഞാൻ me, കർത്താവിനെ മാത്രം that I will serve only the പൂർണ്ണ Lord ഹൃദയത്തോടെ, with the whole heart, പൂർണ്ണ മനസ്സോടെ with the whole ഞാൻ mind. കർത്താവിനെ സേവിക്കും. I will serve the പൂർണ്ണ Lord ശക്തിയോടെ with the whole ഞാൻ എന്റെ strength. കർത്താവിനെ I will സേവിക്കും. serve the ഞാൻ ഒരു Lord കുളമ്പ് പോലും without a ഞാൻ hoof. പുറകിലോട്ട് I will ശേഷിപ്പിക്കും. not go back. പിശാച് പല തന്ത്രങ്ങളും എന്റെ ജീവിതത്തിൽ, Satan will bring many പല strategies, ഐഡിയാസും എന്റെ ജീവിതത്തിൽ, many ideas in my അതിനൊക്കെ life. എന്റെ ആൻസർ, But my answer നോ, towards it, അങ്ങനെ ചെയ്തുകൂടാ. no, indeed, I shall not do അങ്ങനെ it. ഞാൻ ചെയ്യത്തില്ല. No, I shall not do ഈ it. ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. Let this decision be in our ഈ life. രാത്രികാലം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Tonight, let us submit and pray. ഈ രാത്രികാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.